വന്ദേ മാതരം അംബികാം ഭഗവതി വാണീം രമാസേവിതാം കല്യാണീം കമനീയകൽപ്പലതികാം കൈലാസനാഥപ്രിയാം വേദാന്തപ്രതിപാദ്യമാനവിഭവാം വിദ്വന്മനോരഞ്ജിനീ ശ്രീചക്രാങ്കിതരത്നപീഠനിലയാം ശ്രീരാജരാജേശ്വരീ जय जगदीश नंदकिशोर 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 जय जगदीश हरे नयन विनोदित नलिन जगत्रय नयन विनोदित नलिन जगत्रय भय विनिवारण शुभललिता जय जगदीश नंदकिशोर जय जगदीश नंदकिशोर जय जगदीश हरे भगवती कारणरूपिणी कारुण्यशालिनी चोटानिकर भगवती कारणरूपिणी कारुण्यशालिनी ഞങ്ങളെ കാത്തരുളുവമ്മേ ഞങ്ങളെ കാത്തരുളു ചോട്ടാനിക്കര ഭഗവതി കാരണരൂപിണി കാരുണ്യശാലിനി നന്ദിനി ആസുരശിക്ഷിണി ശ്രീദേവി നിന്നുടെ തൃപ്പാദം കുമ്പിടും ഞങ്ങളെ എന്നും അനുഗ്രഹിക്കൂ ദേവി എന്നും അനുഗ്രഹിക്കൂ അമ്മേ നാരായണ അമ്മേ നാരായണ
നീലമല്ലിത്തറയാം ശ്രീമൂലസ്ഥാനത്ത് പള്ളി കൊണ്ടിരുന്ന ശ്രീഭദ്രേ, മൂകാംബി വാഴുന്ന സരസ്വതിയും നീയേ, മുഖപ്രസാദവും നീയേ ദേവി, മുഖപ്രസാദവും നീയേ ദേവി. ചരാചര മണ്ഡല സുന്ദര മാനസ ദേവി, അഞ്ജന വീണ പാണിനി വിദ്യാവാഹിനി പാഹി. ഹേമകുണ്ടലമിതഞ്ചിയാടിടുന്ന കർണയുഗ്മളത്തിൻ ശോഭയും കന്തമൊത്തഴകു പൂത്ത പുഞ്ചിരിതൻ സുന്ദരാധരത്തിൻ കാന്തിയും പൂനമറ്റു വിളങ്ങണേ ഹൃദയത്തിൽ, പൂനമറ്റ് വിളങ്ങണേ അമ്മേ നാരായണ, അമ്മേ നാരായണ. അമ്മേ നാരായണ, അമ്മേ നാരായണ. താമസിക്കാൻ പറ്റിയ സ്ഥലം ഏതെന്ന് നിശ്ചയമില്ല. ഭജനക്കാർ ക്ഷേത്രവളപ്പിനുള്ളിൽ താമസിക്കുന്നതാണ് ഉത്തമം. അതിനുവേണ്ടി ഇവിടെ മുറികളുണ്ട്. അങ്ങനെയോ? എങ്കിൽ അവിടെ തന്നെ താമസിക്കാം. ഒരു മുറി ഏർപ്പാട് ചെയ്തു തന്നാൽ ഉപകാരമായിരുന്നു. ഞങ്ങൾ ഇവിടെ ആദ്യം വരികയാണ്. അതിനെന്താ, എന്റെ കൂടെ വരും. സൗകര്യം കുറവായിരിക്കും, എങ്കിലും ദേവിയുടെ സാന്നിധ്യമുള്ള സ്ഥലമാണ്. അതിൽ കൂടുതലായി എന്ത് വേണം സ്വാമി? ആട്ടെ, ആർക്കാണ് അസുഖം? എന്നാണ് തുടങ്ങിയത്? ഇവൾക്ക് തന്നെ സ്വാമി. ഞങ്ങളുടെ ഒരേ ഒരു മകളാണ്. ഈ അടുത്ത കാലത്താണ് അവളുടെ വിവാഹം നടന്നത്. അതൊരു മാറ്റ കല്യാണമായിരുന്നു. ഇവളെ വിവാഹം കഴിച്ച പയ്യന്റെ സഹോദരിയെ ഇവളുടെ ജ്യേഷ്ഠൻ വിവാഹം കഴിച്ചു, ഒരേ മുഹൂർത്തത്തിൽ. വിവാഹം കഴിഞ്ഞ് ഇവൾ ഭർതൃഗൃഹത്തിലേക്ക് പുറപ്പെട്ടു. സന്തോഷമായിട്ട് പോയിട്ട് വാ മോനെ. യാത്രക്കുള്ള മുഹൂർത്തം തെറ്റും. ഇനി യാത്ര പറഞ്ഞു തന്നാൽ കാറിലോട്ട് കയറുമാണ്. ഞാൻ റെഡി. മോഹൻ, മറ്റന്നാൾ നീ രമണിയും കൂട്ടി അങ്ങോട്ട് വരണം. ഓക്കെ. ഞങ്ങൾ അവിടെ എത്തിയാലുടൻ നീ മല്ലിയും കൂട്ടി ഇങ്ങോട്ട് പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്നു. എഗ്രീഡ്. രമണി, നീ മിടുക്കിയായിരിക്കണം കേട്ടോ. മല്ലിക, നീ മിടുമിടുക്കിയായിരിക്കണം കേട്ടോ. ആ, നീ ഏതായാലും സമയം വഹിക്കണ്ട. ഓ, കമോൺ കേട്ടി. എട്ടും പൊട്ടും അറിയാത്ത പെണ്ണ് ഇന്ന് വരെ അവൾ എന്നെ തിരിഞ്ഞ് ഒരു ദിവസം പോലും കഴിഞ്ഞിട്ടില്ല. എന്നാ പിന്നെ അമ്മയ്ക്ക് തന്നെ അവളെ കല്യാണം കഴിച്ച് ഇവിടെ കൂടെ താമസിപ്പിക്കാമായിരുന്നു. നീ പോടാ അവിടുന്ന്. ആ പെണ്ണുകെട്ടെന്ന് ഞാൻ തന്നെ കളിയാക്കാനുണ്ടല്ലോ. ഇപ്പം പെണ്ണിന്റെ മുമ്പിൽ വെച്ച് ഞാൻ കാരണം തോറ്റു തരുവാ. അത് കൊള്ളാനല്ലോ ഞാൻ കാത്തു നിൽക്കുന്നത്. ഏതായാലും അമ്മയുടെ അച്ഛനും നേരത്തെ തന്നെ അറിഞ്ഞോട്ടെ. എവനൊരു വായാടി കേറി പോണാകത്ത്.
അച്ഛനും മുന്നിട്ട് സ്വൈരമായി മകളുടെ ഗുണഗണങ്ങളെ പറ്റി സംസാരിക്കാനായിരിക്കും. ഞാനങ്ങ് പോയിക്കാം. മോന്റെ വായടുത്തരം കേട്ട് നിന്ന് രസിക്കുകയാണോ? പിന്നെ ഞാനെന്ത് വേണം? നെഞ്ചത്തടിച്ച് നിലവിളിക്കണം. ഇങ്ങനെ ഒരു അച്ഛനും മോനും. ആ മോളെ, നീ ഇതൊന്നും കേട്ട് വിഷമിക്കണ്ട കേട്ടോ. അവൾക്കൊരു വിഷമവും ഇല്ല. നീ പറഞ്ഞു വിഷമിപ്പിക്കാതിരുന്നാൽ മാത്രം മതി. പിന്നെ ഞാനല്ലേ അങ്ങ് പറഞ്ഞു വിഷമിപ്പിക്കുന്നത്. വാ മോളെ. അല്ല, മരുമോള് വന്നപ്പോ ഭർത്താവിനെ അങ്ങ് മറന്നു. ശരി ശരി, നടക്കട്ടെ. ഞാൻ പുറകെ വന്നോളാം. മല്ലിക, ഇങ്ങനെ നാണിച്ചാലോ? മല്ലിക പഠിച്ചവളല്ലേ? ഞാൻ അന്യനാണോ? മല്ലികയുടെ ചേട്ടന്റെ ഉറ്റമിത്രമല്ലേ? എന്നെ ആദ്യമായി ഒന്ന് കാണുകയാണോ ഇങ്ങനെ നാണിക്കാൻ? മല്ലിക മിടുക്കി. രമണി, ഈ പഴഞ്ചൻ ചടങ്ങൊന്നും എനിക്കിഷ്ടമല്ല കേട്ടോ. രമണിക്കറിയോ ഞാനും നിന്റെ ചേട്ടൻ തമ്മിൽ അടുപ്പം? അറിഞ്ഞുകൂടെങ്കിൽ പറഞ്ഞു തരാം. ഞങ്ങൾ ഒരു കുഴിയിൽ ഒരുമിച്ച് ചാകാൻ നോയമ്പ് നോറ്റ് കഴിയുന്നവരാ. പക്ഷേ അതിന് പറ്റിയ കുഴി ഇതുവരെ കണ്ടുകിട്ടിയില്ല. മനസ്സ് മനസ്സിന്റെ കാതിൽ രഹസ്യങ്ങൾ മന്ത്രിക്കും മധുവിധുരാത്രി, മന്ത്രിക്കും മധുവിധുരാത്രി. നഖമുള്ള നമ്മുടെ രാഗവികാരങ്ങൾ നീഹാരമണിയുന്ന രാത്രി, നീഹാരമണിയുന്ന രാത്രി. മനസ്സ് മനസ്സിന്റെ കാതിൽ രഹസ്യങ്ങൾ മന്ത്രിക്കും മധുവിധുരാത്രി, മന്ത്രിക്കും മധുവിധുരാത്രി. കതിരുപോലുള്ള നിൻ താരുണ്യത്തിന്റെ കദളി മുകുളങ്ങളിൽ വിരൽ നഖപ്പാടുകൾ ഞാൻ തീർക്കും. കതിരുപോലുള്ള നിൻ താരുണ്യത്തിന്റെ കദളി മുകുളങ്ങളിൽ വിരൽ നഖപ്പാടുകൾ ഞാൻ തീർക്കും. ഈ മലരിൽ മലർ പൂക്കും രാവിൽ അപ്പോൾ മദനധനുസുകൾ ഒടിയും. എന്നിൽ നീല സർപ്പമായിഴയും, സർപ്പമായിഴയും. മനസ്സ് മനസ്സിന്റെ കാതിൽ രഹസ്യങ്ങൾ മന്ത്രിക്കും മധുവിധുരാത്രി, മന്ത്രിക്കും മധുവിധുരാത്രി. നഖമുള്ള നമ്മുടെ രാഗവികാരങ്ങൾ നീഹാരമണിയുന്ന രാത്രി, നീഹാരമണിയുന്ന രാത്രി. മനസ്സ് മനസ്സിന്റെ കാതിൽ രഹസ്യങ്ങൾ മന്ത്രിക്കും മധുവിധുരാത്രി, മന്ത്രിക്കും മധുവിധുരാത്രി. കനകം പോലുള്ളൊരു യൗവനത്തിന്റെ കളഭ കലശങ്ങൾ
താരകം പോലുള്ളോരൻ യൗവനത്തിൻ്റെ കളഭ കലശങ്ങളിൽ അനുരാഗലഹരികൾ നീ നിറയ്ക്കും. ഈ സിരകളെ പൊതിയുമ്പോൾ അപ്പോൾ ശൃംഗാര കാവ്യങ്ങൾ എഴുതും. എന്നിൽ നീ ചൈത്ര സുഗന്ധമായി പടരും, സുഗന്ധമായി പടരും. മനസ്സ് മനസ്സിന്റെ കാതിൽ രഹസ്യങ്ങൾ മന്ത്രിക്കും മധുവിധുരാത്രി, മന്ത്രിക്കും മധുവിധുരാത്രി. എന്നെ തൊടാതെ. ഞാൻ ആരെന്നറിയാമോ? കൊന്നറിയും, കടിച്ചു കീഴി ചോര ഓടിക്കും. ചോര, എനിക്ക് ചോര വേണം, നിന്റെ ചോര വേണം. അമ്മേ, അമ്മേ, അയ്യോ അമ്മേ, ഓടരുത്. അമ്മേ, 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 എന്തോ അമ്മ കേട്ടാൽ കേട്ടോരെന്താ? അമ്മയും പണ്ട് ഇതുപോലെയൊക്കെ തിരിച്ചു കാണും. എന്തോന്നായി പറയുന്നു? സത്യം, പരമാർത്ഥം. നേരം പാതിരയായി, നമുക്ക് ഉറങ്ങാം. ഉറങ്ങാനും ഈ രാത്രി ഉറങ്ങാനും ഭ്രാന്ത് പറയാതെ. വെള്ളിയാഴ്ച തോറും പാതിരയ്ക്ക് പെട്ടെന്ന് ഉണ്ടാകും, ഉടനെ മാറുകയും ചെയ്യും. ഇത്ര നാളായി തുടങ്ങിയിട്ട് 4-5 മാസമായി. ചികിത്സയൊന്നും ചെയ്തിട്ടില്ലേ? ചെയ്തു, പക്ഷേ മാറിയില്ല അല്ലേ? എങ്ങനെ മാറും? ഭ്രാന്ത് പിടിപെട്ടാൽ പെട്ടെന്നൊന്നും മാറില്ല. നീ ഒന്നും മിണ്ടാതിരിക്കും. ഇവളെങ്ങനെ വിഷമിപ്പിച്ചിട്ട് എന്ത് കാര്യം? വിഷമിച്ചത് ഞാനല്ലേ? ആദ്യ രാത്രിയിലെ അനുഭവം വേണ്ട, അത് ആലോചിച്ചാൽ എനിക്കും ഭ്രാന്ത് പിടിക്കും. നേരം വെളുക്കട്ടെ. എന്നോട് ചെയ്ത ഈ ചതിക്ക് ഞാൻ സമാധാനം പറയിപ്പിക്കും. നീ എന്താണ് പറയുന്നത്? ഞാൻ നിന്നെ ചതിച്ചെന്ന്? പിന്നെ അല്ലാതെ എന്താണ് ഇതിന്റെ അർത്ഥം? നിന്റെ സഹോദരിക്ക് ഈ സൂക്കേടുള്ള കാര്യം നീ എന്നോട് മുൻകൂട്ടി പറയുന്നുണ്ട്. മോഹൻ, നീ എന്നോട് ഈ കൊടുഞ്ചതി കാണിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. നരേന്ദ്ര, സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ ഇരുകൂട്ടരും ദുഃഖിക്കേണ്ടി വരും. ഞാൻ രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്. എന്തും കൽപ്പിക്കും. അതെ, എന്നെ കുരുക്കിലാക്കാമെന്ന് കരുതേണ്ട. ഈ കൊടും ചതിക്ക് ഞാൻ പകരം ചോദിക്കും. നരേന്ദ്ര, മര്യാദ മറന്ന് സംസാരിക്കരുത്. മര്യാദ നീ വേണം അത് ഉപദേശിക്കാൻ. ഭ്രാന്തിയായ പെങ്ങളെ കൂട്ടുകാരന്റെ തലയിൽ കെട്ടിവെച്ചതാണോ മര്യാദ? നിർത്ത്. നിലവിട്ട് സംസാരിച്ചാൽ നില, നിന്റെ നിലയും വിലയും നല്ലവണ്ണം മനസ്സിലാക്കിയവരാണ് ഞാൻ. നിന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ച എന്റെ മടത്തരത്തിന് മറ്റാരെ പഴിക്കാൻ? നിന്റെ പെങ്ങളെ ഇവിടെ തിരിച്ചേൽപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ വന്നത്. കുഞ്ഞെ, ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ സമാധാനമായിട്ടൊന്ന് കേൾക്കൂ. വിവാഹം കഴിഞ്ഞ് എവിടെ അസുഖം മാറുമെന്ന് ഡോക്ടർ പറഞ്ഞത് കൊണ്ടാണ്. വേണ്ട, ഇനിയും എന്നെ കബളിപ്പിക്കാൻ നോക്കണ്ട. ഞാൻ പോകുന്നു. ഇനി ഈ വീട്ടിൽ ഞാൻ കാലുകുത്തുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ നീ പോവുകയാണല്ലേ? എന്താ തടയാൻ ഭാവമുണ്ടോ? നിന്നെയോ? അത്രയ്ക്ക് ഗതികെട്ടവരല്ല ഞങ്ങൾ. പക്ഷേ എന്ത് വേണം? പോകാൻ നിശ്ചയിച്ചെങ്കിൽ തനിച്ചു പോകണ്ട. കൂട്ടിന് സ്വന്തം പെങ്ങളെയും കൂട്ടി കൊണ്ടുപോയിക്കോ. നീ എന്തൊക്കെയാണ് പറയുന്നത്? എന്റെ പെങ്ങളെ തിരിച്ചേൽപ്പിക്കാൻ വന്ന ഇവൻ സ്വന്തം പെങ്ങളെയും കൂട്ടി കൊണ്ടുപോകട്ടെ. പേടിപ്പിക്കുകയാണ്. എന്റെ പെങ്ങൾ ഇവിടം വിട്ടു പോന്നാൽ പട്ടിണി കിടക്കുകയും മറ്റുമില്ല. എന്റെ പെങ്ങളെ നിനക്ക് വിവാഹം കഴിച്ചു തന്നതും അവളുടെ പട്ടിണി മാറ്റാനില്ല. ശരി, എങ്കിൽ അത് തന്നെ നടക്കട്ടെ. വരമണി, നമുക്ക് പോവാം. കരയാതെ. യാതൊരു കാരണവുമില്ല നിന്നെ പറഞ്ഞേക്കാൻ മടിക്കാത്തവന്റെ കൂടെ ഇനി ഒരു നിമിഷം കഴിയാൻ നാളുമില്ല നിനക്ക്. വായന്റെ കൂടെ. എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? എടാ, നീ എങ്കിലും ഒന്ന് ക്ഷമിച്ച്. എന്റെ ക്ഷമയ്ക്ക് അതിനുണ്ടമ്മേ. ഇവൻ പറഞ്ഞതൊക്കെ അമ്മ കേട്ടില്ലേ? ഞാൻ പറഞ്ഞതാണ്, ഇനിയും പറയും. എവിടെ വെച്ചും പറയും. ഇവിടെ വെച്ചായതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു. ഒന്ന് നിർത്തടാ. നിങ്ങളെന്താ ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുന്നത്?
എങ്ങനെങ്കിലും ഈ അപകടം ഒന്ന് ഒരു ഒഴിവാക്കാൻ അപകടവുമില്ലമ്മേ. മല്ലിയുടെ വിവാഹം നടന്നില്ലെന്ന് കരുതിയാൽ മതി. ഇത്രയും നാൾ അവളുടെ ജീവിച്ചതുപോലെ ഇനിയും കഴിഞ്ഞു. ഇത്ര നിർദ്ദയനായ ഇവന്റെ കൂടെ ഒരു കാലത്തും ഞാൻ അവളെ പറഞ്ഞില്ല. ആരെല്ലാം നിർബന്ധിച്ചാലും ഞാൻ കൂട്ടിക്കൊണ്ട് പോകത്തുമില്ല. വേണ്ട, നിന്റെ പെങ്ങളെ കൂട്ടിക്കൊണ്ട് പോയാൽ മതി. വരമണി വരാൻ്റെ പറഞ്ഞു. ഇവിടെ ആരും കരയരുത്. നരേന്ദ്ര, പുറത്തു കുത്തുന്ന ആ കാൽ ഇനി ഒരിക്കലും ഈ വീട്ടിൽ കുത്താൻ ഞാൻ ഇടയാക്കില്ല. നാം തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും ഇതോടെ അവസാനിച്ചിരിക്കുന്നു. വരി. ശങ്കര, ഇവിടെ എടുത്തകത്ത് കിടത്തു. ഒറ്റതായിട്ട് പറ്റൂലാശാനെ, തടി കുറച്ച് മുറ്റിയിട ശങ്കര, കൊണ്ട് പോകാമേ. ആരോരുമില്ലാത്ത പാവം കുറെ നാളായിട്ട് ഒരു ബാധവും കുറെ ആളുകളെ കാണിച്ചു, പക്ഷേ കാര്യം നടന്നില്ല. ഒടുവിൽ ഇവിടെ കൊണ്ടുപോകും. ഗുരുനാഥന്റെ അനുഗ്രഹം കൊണ്ട് ഒരൊറ്റ പ്രയോഗം പ്രയോഗിച്ചു, കാര്യം സാധിച്ചു. നിങ്ങൾ വരുന്നതിന് സ്വല്പം മുമ്പാ തുടങ്ങിയത്. ചോദിച്ചട്ടെ, നിങ്ങൾ വന്ന കാര്യം? ഇതുപോലൊരു കാര്യം തന്നെയാ. ഈ സ്ത്രീക്കാണ്? അല്ല, ഇവൾക്കാ. ഞങ്ങളുടെ ഒരേ ഒരു മകളാണ്. വെള്ളിയാഴ്ച തോറും ഒരു ഉപദ്രവം. വെള്ളിയാഴ്ച സമയം? ഈ ഉപദ്രവം ഉണ്ടാകുന്ന നേരം അർദ്ധരാത്രിയോട് അടുത്താണ്. വെള്ളിയാഴ്ച അല്ലേ? വെള്ളിയാഴ്ച അർദ്ധരാത്രി. ഏകം ദ്വിതീയം തൃതീയം ചതുസ്രം പഞ്ചമം. സംശയിക്കണ്ട, അത് തന്നെ. ഏത്? യക്ഷി, വെള്ളിപ്പാല യക്ഷി. ഉപദ്രവം ഉണ്ടാകുമ്പോൾ പിച്ചിപ്പൂവിന്റെ പരിമളം പരക്കാറില്ലേ? ഇല്ല. ഉണ്ടാകണം. നിങ്ങൾ ശ്രദ്ധിക്കാഞ്ഞിട്ട. ശരി, വഴി ഉണ്ടാക്കി കളയാം. 100 രൂപ ഇങ്ങോട്ട് തരണം. മന്ത്രവാദത്തിന്റെ ഒരുക്കിന് വേണ്ടിയാ. 5 രൂപയെങ്കിലും തരണം. നീ പോടി. തലയിട്ടാട്ടിന് 5 രൂപയോ? 2 രൂപയ്ക്ക് ഈ തലയും ഉടനും എല്ലാം കൂടെ ഇട്ടാട്ടായി ഇഷ്ടം പോലെ ഇവിടുത്തെ പെണ്ണുങ്ങളെ കിട്ടുന്ന അറിയാമോ? എന്നാൽ പിന്നെ അവരെ അങ്ങോട്ട് വിളിക്കാഞ്ഞതെന്താ? കാലമാണ് എന്നെ ചത്ത ചവത്തിനെ പോലെ അല്ലയോ വലിച്ചടിച്ചത്. അതിന് തരണമല്ലോ 5 രൂപ. കിട്ടിയതുകൊണ്ട് പോവണ്ണേ, അല്ലെങ്കിൽ ഉള്ളതില്ലാതാകുവേ. ആഹാ, ഞാൻ അകത്തോട്ട് ചെന്ന് മന്ത്രവാദത്തിന്റെ പൂച്ച് വെളിച്ചത്താക്കിയാലേ വന്നവരുടെ അവരുടെ പാട്ടിന് അങ്ങോട്ട് പോകും. അത് വേണ്ടെങ്കിൽ 1 രൂപ കൊടുക്കും. ഇനിയേ എന്നെ വിളിച്ചേക്കാം കേട്ടാ. പിന്നെ ആര് വരും? നിങ്ങൾ പറയണത് വരെ പേതുള്ളാനും പടച്ചു വീഴാനും ഒക്കെ. കേട്ടാലേ എന്റെ നിന്റെ പൈസ തിരിച്ചു കൊടുക്കാം. നിങ്ങൾ ആരാ? നിന്റെ പൂച്ച പുറത്താക്കാൻ വന്നവൻ. ഇവിടെ വേണം നിന്റെ സ്ഥിരം പാതക്കാരി. ശങ്കര, ഞാൻ ഒന്നും പറഞ്ഞതല്ല. ഈ സാറ് ഞങ്ങൾ പറഞ്ഞതെല്ലാം വിളിച്ചിന്ന് കേട്ടോ. മോഹൻ, എന്താണ് ഇതിന്റെ ഒക്കെ അർത്ഥം? അച്ഛനും അമ്മയും മകളുടെ രോഗം മാറ്റം കണ്ടുപിടിച്ച മന്ത്രവാദി അസ്സൽ. അച്ഛാ, ഇവൻ ഇപ്പൊ തന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. പോലീസിനെ ഏൽപ്പിക്കരുത്. ജീവിക്കാൻ മാർഗമില്ലായിട്ട് ഞങ്ങൾ ഈ വേട്ട കെട്ടിയത്. നിനക്ക് ബസ് സ്റ്റാൻഡിൽ ചുമടെടുപ്പായിരുന്നില്ല ജോലി? ഞാൻ സ്ഥിരം ബസ് സ്റ്റാൻഡിൽ തന്നെയായിരുന്നു. ചോടർപ്പോട് ജീവിക്കാൻ മാർഗം ലേറ്റാണ് ഇത് തുടങ്ങിയത്. വിളിക്കണു. ഈശ്വര, മതിയായില്ല രണ്ടിനും. ഇനി റോഡിലിറങ്ങി തെണ്ടിക്കോണെ കഴുതുകളെ. ഒന്ന് ചുമ്മാ ഇരിയാശാനെ. എന്തോ ഈ നാട്ടിൽ മണ്ടന്മാരുടെ കാരണം നമ്മൾ തൊണ്ടില്ല. ഞാൻ തോണ്ടിക്കൊണ്ടുവരാം 4 മണ്ടന്മാരെ. വെളിപ്പോടാ.
മന്ത്രവാദം കഴിഞ്ഞു, ഇനി ഭജന വിരിപ്പ. അമ്മേ, അമ്മയ്ക്ക് വേറെ ജോലിയില്ലേ? ഈ കുരുട്ട് വിദ്യ കൊണ്ട് ഒന്നും മാറുന്നതല്ല മല്ലിയുടെ സൂക്കേട്. നീ അങ്ങനൊന്നും പറയാതറ. ചോറ്റാനിക്കരെ പോയി പതിനെ വരുന്ന മാറുമെന്നാ സകലരും പറയുന്നത്. അമ്മേ, രോഗം പിടിപെട്ടാൽ കൊണ്ടുപോകേണ്ടത് ആശുപത്രിയിലേക്കാ, അമ്പലത്തിലേക്കല്ല. നിനക്ക് ഈശ്വരവിശ്വാസം ഇല്ലാത്തത് കൊണ്ടാ നീ അങ്ങനെയൊക്കെ പറയുന്നത്. അല്ല, അന്ധവിശ്വാസം ഇല്ലാത്തതുകൊണ്ട്. അമ്മേ, മനുഷ്യൻ ചന്ദ്രനിൽ ചെന്നിറങ്ങി ഈ 20-ാം നൂറ്റാണ്ടിലും അമ്പലത്തിൽ പോയി ഭജന വരുന്നാൽ രോഗം മാറുമെന്ന് വിശ്വസിക്കുന്നത് തന്നെ വിഡ്ഢിത്തം. ഞാൻ പറഞ്ഞു കേൾക്കും. മല്ലിക നാളെ തന്നെ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടു. വേണ്ട വേണ്ട, എന്റെ മോളെ അങ്ങോട്ടൊന്നും കൊണ്ടുപോകണ്ട. പിന്നെയും പഴയ പല്ലവി തന്നെ. അമ്മേ, ഈ രോഗം ആരംഭിച്ചപ്പോൾ തന്നെ ചികിത്സിക്കാതിരുന്നതാണ് തെറ്റ്. നീയെങ്കിലും ആ തെറ്റ് തിരുത്തിയില്ലെങ്കിൽ. നീ എന്തൊക്കെ പറഞ്ഞാലും പ്രാന്താശുപത്രിയിലേക്ക് എന്റെ മോളെ ഞാൻ അയക്കത്തില്ല. അവിടെ പോയാൽ എന്റെ മോള് മുഴുപ്രാന്തിയാകും. ഈ അമ്മയെ ഞാൻ എങ്ങനെ വിശ്വസിപ്പിക്കാനാ? അച്ഛനെന്തോന്നും ഉണ്ടാത്തത്? ഇനിയെങ്കിലും മല്ലിയെ ശരിക്ക് ചികിത്സിപ്പിച്ചില്ലെങ്കിൽ കാര്യം കുഴപ്പത്തിലാകും. ഇത് ആരംഭിച്ചപ്പോൾ തന്നെ ഞാൻ പറയാൻ തുടങ്ങിയതാണ് വല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിപ്പിക്കണമെന്ന്. അമ്മ ആരും അത് കേട്ടില്ല. കല്യാണം കഴിഞ്ഞാൽ മാറിക്കൊള്ളുമെന്ന് ആരോ പറഞ്ഞു വിശ്വസിച്ച് കല്യാണം നടത്തി. എന്നിട്ട് എന്തായി? അവളിതാ കണ്ണീരും കയ്യുമായി മടങ്ങി വന്നു. ഇനിയും ഭജനം പാത്തും വഴിപാട് കഴിച്ചും കാലം കളഞ്ഞാൽ അവളുടെ ജന്മം പാഴായി പോകും, പറഞ്ഞേക്കാം. ഇതിനേക്കാൾ എത്രയോ കൂടിയ രോഗങ്ങൾ ചോറ്റാനിക്കര അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാറിയിട്ടുണ്ടെന്നാ പറയുന്നത്. എനിക്കറിഞ്ഞൂടാ, എനിക്കതിന് വിശ്വാസവുമില്ല. ആ തിരുനടയ്ക്ക് നേരെ നിന്ന് അമ്മേ നാരായണ എന്ന് മനംനൊന്ന് വിളിച്ചാൽ ഏത് മാറാത്ത രോഗവും മാറുമെന്നാണ് പറയുന്നത്. അമ്മയെപ്പോലുള്ള കുറെ പെണ്ണുങ്ങൾ വിശ്വസിച്ചെന്ന് വരും. ബുദ്ധിയുള്ളവരാരും അത് നിർത്തറ. അവന്റെ ഒരു ബുദ്ധി. എടാ, അവിടെ പോകുന്നവരെല്ലാരും മടയന്മാരാണെന്നാണോ നിന്റെ വിചാരം? നിന്നേക്കാൾ നിലയും വിലയുമുള്ള എത്രായിരം പേരാണ് നിത്യവും അവിടെ വന്നു നിന്ന് പ്രാർത്ഥിക്കുന്നതെന്ന് നിനക്കറിയാമോ? മതി മതി, നിങ്ങൾ അമ്മയും മകനും തമ്മിൽ തർക്കിച്ചിട്ട് എന്ത് കാര്യം? ഞാൻ തർക്കിക്കുകയല്ല, മല്ലിയുടെ അസുഖം മാറ്റാനുള്ള മാർഗം പറഞ്ഞതാ. ഞാനും അത് തന്നെയാ പറഞ്ഞത്. അമ്മ പറഞ്ഞ മാർഗം ബുദ്ധിക്ക് നിരക്കുന്നതല്ല. നീ പോടാ നിന്റെ ബുദ്ധിയും കൊണ്ട്. ബുദ്ധിയേക്കാൾ വലുതാടാ വിശ്വാസം. അതുണ്ടെങ്കിൽ എല്ലാ കാര്യവും നടക്കും. ശരി മോഹൻ, നിന്റെ അമ്മയ്ക്ക് ഇത്ര വിശ്വാസമാണെങ്കിൽ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ പോയി ഭജന വിരിക്കും. ഞാനില്ല. നിന്നെ ആര് വിളിച്ചു? ഞാനും എന്റെ മോളും കൂടെ പോയി. ഞാനും വരാം. പക്ഷെ ഒരു കാര്യം, അവിടെ പോയി 10-15 ദിവസം ഭജന വരുന്നതിന് ശേഷവും മല്ലികയുടെ അസുഖത്തിന് കുറവുണ്ടായില്ലെങ്കിൽ മടങ്ങി വന്ന് മോഹന്റെ നിർദ്ദേശം അനുസരിച്ചുള്ള ചികിത്സ നടത്തും. എന്താ? എന്റെ ചോറ്റാനിക്കര അമ്മ ഒരിക്കലും അത് ഇടയാക്കുകയില്ല. കണിച്ചമാ. എങ്കിൽ നാളെ തന്നെ അങ്ങോട്ട് പോകാം. എന്താ മോഹൻ? നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ. നാളെ വൈകുന്നേരം ദീപാരാധന തൊടാൻ അവിടെ. നിങ്ങൾ ഇവിടെ വന്നത് മഹാഭാഗ്യമായി. ഇനി അസുഖം മാറിയതായി നനച്ചോളൂ. അത്രയ്ക്ക് നിശ്ചയമാണോ സ്വാമി? സംശയം എന്താ? സാക്ഷാൽ രാജരാജേശ്വരിയുടെ തിരുസന്നിധിയിലെത്തിയാൽ തീരാത്ത രോഗമുണ്ട്. മാറാരോഗവുമായി ഇവിടെ വന്നിട്ടുള്ളവർ പോലും പൂർണ്ണ ആരോഗ്യത്തോടുകൂടി മാത്രമേ മടങ്ങിയിട്ടുള്ളൂ. വിശ്വജന്യായ സാക്ഷാൽ ലക്ഷ്മീദേവി ഭഗവാൻ നാരായണനും ഒന്നിച്ച് കുടികൊള്ളുന്ന ഈ പ്രദേശം സർവദുഃഖഹരമെന്ന് പ്രസിദ്ധമല്ലേ? ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ അറിയാൻ മോഹമുണ്ട് സ്വാമി. ഈ പുണ്യക്ഷേത്രത്തിന്റെ പുരാവൃത്തത്തിന് പുരുഷാന്തരങ്ങളുടെ പഴക്കം. പണ്ട് കലികാലാരംഭത്തിൽ പല ദുർനിമിത്തങ്ങളും കണ്ട് ഭീതരായ ഈ നാട്ടിലെ ജനങ്ങൾ ആപത് ശാന്തിക്കു വേണ്ടി ഭക്തകോടികളെ, നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് സന്തുഷ്ടിയായ നാം നാടിന്റെ രക്ഷയ്ക്കായി സ്വയംഭൂരൂപിണിയായി ഭൂലോകത്തിൽ അവതരിക്കുന്നതാണ്. എന്റെ ഉത്ഭവസ്ഥാനം കണ്ടെത്തി എന്നെ ആരാധിക്കുന്നവർക്ക് ഭൂതപ്രേത പിശാചാദികളിൽ നിന്നും പൂർണ്ണമോചനം സിദ്ധിക്കുന്നതാണ്. അതിനാൽ എന്റെ അവതാരത്തിനായി ക്ഷമയോടെ കാത്തിരിക്കുക. വർഷങ്ങൾ കടന്നുപോയി. കൊടും കാടായിരുന്ന ഈ പ്രദേശത്ത് മലയാരന്മാർ മാത്രമാണ് പാർത്തിരുന്നത്. അവരുടെ കൂട്ടത്തിലെ പ്രമാണിയായ കണ്ണപ്പൻ തന്റെ ഏകപുത്രി ദേവിയും ഒന്നിച്ച് ഇവിടെ താമസിച്ചു. നിത്യവും ഒരു പശുവിന്റെ കഴുത്തറത്ത് അതിന്റെ രക്തം തന്റെ ഇഷ്ടദേവതയ്ക്ക് ബലിയർപ്പിച്ച ശേഷം ആ മാംസം ഭക്ഷിക്കുക എന്നത് കണ്ണപ്പന്റെ ഒരു പതിവായി. ഒരു ദിവസം എങ്ങനെ കിട്ടിയപ്പോ അവളെ കാട്ടുന്നു തൊഴുത്ത് കൊണ്ടുപോയി കെട്ടും.
വെക്കം വരണം, അപ്പനെ പശിക്കണം. മനദേവരെ, ഇന്ന് ബലി തരാൻ ഈ പൈക്കരാവ് പേപ്പുറത്തിൽ എത്തിക്കണേ. ഇതിന് കുരുതി കൊടുക്കാൻ ഒക്കൂല. നീ എന്ത് പിച്ച പറയുന്നത് പോലെ അമ്മന് കുരുതി കൊടുക്കാൻ ഞാൻ ഉടൻ നശിച്ചു പോകും. നശിക്കട്ടെ, എന്നാലും എന്റെ പുന്നാരെ കറന്തിയെ കൊല്ലാൻ ഒക്കൂല. ദേവി, ദൈവദോഷം പറയല്ലേ. അമ്മനുള്ള കുരുതി മുടക്കാൻ വയ്യ. വേറെ പശുവും തൊഴുത്തില്ല. എന്തായാലും ഈ പൈക്കുട്ടിയെ കൊല്ലാൻ ഒക്കൂല. ആഹാ, പറഞ്ഞാ കേൾക്കൂലേ? നാളില്ലടി. ഇല്ല, അപ്പനെ വേണേ എന്നെ വെട്ടിക്കൊന്ന് കുരുതി കൊടുക്ക്. എന്റെ പൊന്നു മോളെ, നീ എന്നതായി പറയുന്നത്? അപ്പൻ എന്നും പശുവിനെ കുരുതി കൊടുക്കുന്നില്ലേ? ഞാൻ തടസ്സം വല്ലതും പറഞ്ഞു ഈ പാവപ്പെട്ട പൈക്കുട്ടിയെ കൊല്ലാൻ നോക്കൂല അപ്പ. അതിനു മുമ്പ് എന്റെ കഴുത്ത് വെട്ടണം. അയ്യോ മോളെ, വേണ്ടാത്തത് ചൊല്ലല്ലേ. അപ്പം പറയണത് കേൾ. കുരുതി മുടങ്ങിയ ദൈവദോഷം വരില്ലേ? പിഴയറിയാത്ത പൈക്കുട്ടിയെ കുരുതി കൊടുക്കുന്നത് കൊടും പാവാണപ്പ. എന്റെ അപ്പൻ ഈ പാവം ചെയ്യരുതേ. മോൾ അപ്പനെ വിഷമത്തിലാക്കിയല്ലേ. അപ്പൻ എന്തോ ചെയ്യും? കുരുതി വേണ്ടെന്ന് വെച്ച് ഒക്കില്ല, ഒരിക്കലും ഒക്കില്ല. എങ്കിൽ ഈ മോളെ വെട്ടി കുരുതി കൊടുക്ക്. നീ അത് പറയല്ലേ. തള്ളയില്ല പിള്ളയായ നിന്നെ പുന്നാരിച്ച് പോറ്റിയത് കഴുത്തിൽ കത്തിവെക്കാനാണ്. എന്റെ പൊന്നു മോളെ, നീയല്ലാണ്ട് ആരുണ്ട് ഈ അപ്പന്? എങ്കിൽ ഈ പൈക്കുട്ടി ഇവക്ക് തരൂലേ? തരൂലേ അപ്പ? അപ്പന്റെ ദേവിക്ക് തരൂലേ? എന്റെ കുരുതി, മലദൈവങ്ങളെ, ഇവന്റെ പിഴ പൊറുക്കണേ. പൊറുക്കും അപ്പ, കട്ടായം പൊറുക്കും. മിണ്ടാപ്രാണിയുടെ ചോര ഒരു ദൈവത്തിന് രുചിക്കൂല. ശരി, എന്റെ പിള്ളയുടെ ഇഷ്ടം തന്നെ നടക്കട്ടെ. എന്റെ പുന്നാര പശുവിന്റെ കുഞ്ഞേ, പൂവാലി പശുവിന്റെ കുഞ്ഞേ, നന്ദിനി പശു പെറ്റ സുന്ദരിയോ, നീ നന്ദകുമാരന്റെ കൺമണിയോ, പുള്ളി പശുവിന്റെ കുഞ്ഞേ, പൂവാലി പശുവിന്റെ കുഞ്ഞേ. മണി പിച്ചള ചരുവത്തിൽ കണ്ണിവെള്ളം, കൊച്ചു കാറുമ്പിക്കു കഴുത്ത് മണി പിച്ചള ചരുവത്തിൽ കണ്ണിവെള്ളം, ഉറങ്ങാൻ വയ്ക്കോൾ കാലത്ത് തിന്നുവാൻ പച്ച പട്ടിളം പുള്ളിപ്പശുവിന്റെ കുഞ്ഞേ, പൂവാലി പശുവിന്റെ കുഞ്ഞേ. പശുവിന്റെ കുഞ്ഞേ, പൂവാലി പശുവിന്റെ കുഞ്ഞേ.
പശുവിന്റെ കുഞ്ഞേ, പൂവാലി പശുവിന്റെ കുഞ്ഞേ, നന്ദിനി പശു പെറ്റ സുന്ദരിയോ, നീ നന്ദകുമാരന്റെ കൺമണിയോ, പുള്ളിപ്പശുവിന്റെ കുഞ്ഞേ, പൂവാലി പശുവിന്റെ കുഞ്ഞേ. ദേവി, 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 എന്റെ കുഞ്ഞുമോളെ, നീ എന്നെ ചതിച്ചു. നിന്റെ ജീവൻ രക്ഷിക്കാൻ പച്ചമരുന്നായി ഞാൻ വന്നപ്പോഴേക്കും നീ എവിടെ പോയി മറന്നു? ശരി, എന്റെ മലദേവികളെ, എന്റെ പുള്ളി എവിടെ പോയി? ഇതെന്തൊരു മറിമായം? മറിമായമല്ല കണ്ണപ്പ, എല്ലാം ദൈവനിശ്ചയം. സ്വാമി, ഇവനൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ പുള്ളി അങ്ങോട്ട് പോയി. എവിടെ നിന്ന് വന്നു അങ്ങോട്ടേക്ക് തന്നെ അവൾ മടങ്ങി. അയ്യോ സ്വാമി, കണ്ണു ചോരയില്ലാത്ത ദൈവം എന്നോട് ഈ കൊടിച്ചത് ചെയ്തല്ലോ. ദൈവത്തെ പഴിച്ചിട്ട് കാര്യമില്ല കണ്ണപ്പ, എല്ലാം നീ ചെയ്ത പാപത്തിന്റെ ശിക്ഷയാണ്. എന്ത് പാപം സ്വാമി? നിരവധി പശുക്കളെ കൊന്നതിന്റെ പാപം. അതിന് എന്റെ പുള്ള എന്ത് പഴിച്ചു സ്വാമി? നിന്നെ ശിക്ഷിക്കാൻ ദൈവം നിശ്ചയിച്ച മാർഗമാണ് കണ്ണപ്പ. അതാ നോക്കൂ, നിന്റെ മകൾ ലാളിച്ച പശുക്കിടാവും ശിലാരൂപമായി മാറിക്കഴിഞ്ഞു. സ്വാമി, ആ പൈക്കുട്ടി കല്ലായി പോയില്ല. വെറും കല്ലല്ല കണ്ണപ്പ, സാക്ഷാൽ ലക്ഷ്മിയുടെയും ശ്രീനാരായണന്റെയും സാന്നിധ്യമുള്ള ശിലാവിഗ്രഹമാണിത്. ഇന്നു മുതൽ ഈ ലക്ഷ്മിനാരായണ മൂർത്തിയെ ഭക്തിപൂർവ്വം ഭജിച്ചാൽ നിന്റെ പാവമെല്ലാം തീർന്നു നിനക്ക് സായുജ്യമടയാം. കണ്ണപ്പ, ഈ കാലിത്തൊഴുത്ത് കാലാന്തരത്തിൽ പുരുഷാന്തരങ്ങളുടെ ആരാധനാ കേന്ദ്രമായ ഒരു പുണ്യക്ഷേത്രമായി പരിണമിക്കും. അന്ന് മറ്റൊരു ജന്മം പൂണ്ട നീയും ആ പവിത്ര സന്നിധിയിൽ ആരാധനയ്ക്കായി വന്നു. അന്ന് നിന്നെ വില്ലുമംഗലം എന്ന് യോഗം വാഴ്ത്തി. ആ മഹാഭാഗ്യം കൈവരുന്നതിനായി ഇന്നു മുതൽ കറയറ്റ വിശ്വാസത്തോടെ ഈ പുണ്യവിഗ്രഹത്തെ പൂജിക്കൂ. അമ്മേ നാരായണ. ആ സന്യാസി സാക്ഷാൽ പരാശര മുനിയായിരുന്നുവെന്നാണ് ഐതിഹ്യം ഘോഷിക്കുന്നത്. സന്യാസിയുടെ നിർദ്ദേശമനുസരിച്ച് കണ്ണപ്പനും കൂട്ടരും ആ കാലിത്തൊഴുത്തും പരിസരവും പരിപാവനമായ ദേവാലയം പോലെ പരിശുദ്ധമാക്കി സംരക്ഷിച്ചു. നിത്യവും അവർ അവിടെ ആരാധന നടത്തി ആത്മസംതൃപ്തി നേടി. അമ്മേ നാരായണ, അമ്മേ നാരായണ.
ലക്ഷ്മീ നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ ഭദ്രേ നാരായണ ദേവീ നാരായണ ദേവീ നാരായണ. കാലപ്രവാഹം അനുസ്യൂതമായി തുടർന്നു. ആ അപ്രതിഹതമായ പ്രവാഹത്തിൽപ്പെട്ട് കണ്ണപ്പനും കൂട്ടരും അന്തർധാനം ചെയ്തു. അവരുടെ പിന്മുറക്കാർ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി പോയി. അതോടെ ആ പ്രദേശം കാട് കൈയടക്കി. കണ്ണപ്പനും കൂട്ടരും കരളലിഞ്ഞ് ആരാധിച്ചിരുന്ന ലക്ഷ്മീനാരായണ വിഗ്രഹം ആ കൊടുങ്കാട്ടിനുള്ളിൽ കാലമാകുന്ന മഹാവൃക്ഷത്തിലെ ഇലകൾ പലവട്ടം വീണ്ടും കൊഴിഞ്ഞു. ആ പ്രദേശം മറ്റൊരു ജനസമൂഹത്തിന്റെ പാദസ്പർശമേറ്റ് പുളകം പൂശി. അഴകെ കണ്ടില്ലല്ലോ. അവള് വരുമ്പോഴേക്ക് നമുക്ക് ഈ പുല്ല് അത്രയും ചെത്തിയെടുക്കണം. ദേ വരുന്നുണ്ട്. ഇപ്പൊ വഴക്ക മുണ്ടാണ്ട് പുല്ലരിഞ്ഞോളി. അല്ല, ഞാൻ ഇന്നലെ കണ്ടുവച്ച പുല്ല് മുഴുവൻ അരിഞ്ഞെടുത്തോ? ഇത് വലിയ ചതുവായി പോയി. ആരുടെയും സ്വന്തമൊന്നുമല്ല. ആഹാ, അമ്പടി നാണമില്ലല്ലോ ഞാൻ കണ്ടുവച്ച പുല്ല് അരിഞ്ഞെടുക്കാൻ. ആദ്യം വരുന്നവർ അരിഞ്ഞെടുക്കും. അതാ മുറ. ഓ, ഒരു മുറ. ഈ കാട്ടിൽ പുല്ല് എത്തിയിട്ടില്ലടി. കണ്ണുള്ളവര് നോക്കിയാൽ ഇനിയും കാണും. ചെല്ല് ചെല്ല്, ഇപ്പൊ കിട്ടും. മലദൈവങ്ങളെ സഹായിച്ചു. നല്ല കിളുന്ന പുല്ല്. അവളുമാരരിഞ്ഞതിന്റെ ഇരട്ടി അരിയണം. മുടിഞ്ഞു പോകാനെ കൊണ്ട് ഇതിന് മൂർച്ചയുമില്ലല്ലോ. ഇവിടെങ്ങും കല്ലുമില്ലല്ലോ തേക്കാൻ. ആ, ഇതിനിടയിൽ ഉണ്ടല്ലോ ഒന്ന്. ഉണ്ട്, ഒന്നാം തരം കല്ല്. പുല്ലിനടിയിൽ പന്നി കിടക്കുക. അരിവാല തേക്കാൻ പറ്റിയ കല്ല്. അയ്യോ ചോര! അയ്യോ ചോര! അയ്യോ എന്റെ ദൈവങ്ങളെ, കല്ലിന്ന് ചോര! എന്റെ മലദൈവങ്ങളെ, അയ്യോ ഓടി വരണോ, ഓടി വരണോ! അയ്യോ ചോര! അയ്യോ കല്ലിന്ന് ചോര വരുന്നു, ചോര വരുന്നു! അയ്യോ അയ്യോ ചോര! ചോര വരുന്നു! ഈ കല്ലിന്ന് ചോര വരുന്നു! ദൈവമേ, എന്താണ് ഇതിന്റെ അർത്ഥം? അറിയാവുന്ന ആരോടെങ്കിലും ചോദിച്ചാൽ അറിയാമായിരുന്നു. അതാ എടാട്ട് തിരുമേനി കുളിയും കഴിഞ്ഞു വരുന്നു. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. മാറി നിൽക്ക്, മാറി നിൽക്ക്, മാറി നിൽക്ക്. കല്ലിന്ന് ചോര ഒഴുകി. എവിടെ? തോന്നുന്നു കാണട്ടെ. വേണ്ട, നോക്കിയാലും ശരിയാണല്ലോ. എന്താ അത്ഭുതം! തിരുമേനി, എന്താണ് ഇതിന്റെ കാര്യമെന്ന് ഒന്ന് കൽപ്പിച്ചാൽ. മഹാമായ ഈ നാട്ടിനെ അനുഗ്രഹിക്കാൻ അവതരിച്ചു എന്നത് തന്നെ സംശയമല്ല. ഈ നാട്ടിന്റെ ഭാഗ്യോദയം തന്നെയാണിത്. അവിടുന്ന് കൽപ്പിക്കുന്നത് അടിയങ്ങൾക്ക് പിടികിട്ടുന്നില്ല തിരുമേനി. ആർക്കും പിടികിട്ടാത്ത മഹാ അത്ഭുതമാണല്ലോ ഇത്. നിങ്ങൾ ഇവിടെ നിൽക്കിൻ. നോമില്ലത്ത് പോയിട്ട് നൊടിയിടയിൽ മടങ്ങി വരാം. മാറി നിൽക്കിൻ. നാം പൂജയ്ക്കുള്ള നൈവേദ്യമായിട്ട് വന്നിരിക്കുക. ഓ, നൈവേദ്യം വെച്ച് പൂജിക്കാനുള്ള പാത്രം എടുക്കാൻ മറന്നുപോയി. ബദ്ധപ്പാടിൽ അക്കഥ മറന്നു. ഇനി എന്താ ചെയ്യുക? ആ ചിരട്ടയിഞ്ഞെടുക്കൂ. അത് മതിയെന്നായിരിക്കും ദേവീ നിശ്ചയം. ഇങ്ങെടുക്കൂ. അമ്മേ ഭഗവതി, ഈ എളിയ നൈവേദ്യം സ്വീകരിച്ച് അനുഗ്രഹിക്കണമേ. തിരുമേനി, ഇതിന്റെ പൊരുൾ എന്താണെന്നറിയാൻ അടിയങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പുണ്യം ചെയ്തവരെ, ജഗന്മാതാവായ സാക്ഷാൽ പരാശക്തിയുടെ ചൈതന്യമാണ് ഈ ശിലയിൽ കുടികൊള്ളുന്നത്. വേന്തനാടിന്റെ പുണ്യപരിഭാഗം കൊണ്ട് വിശ്വജനനിയായ മഹാമായ ഈ രൂപത്തിൽ ഇവിടെ സന്നിധാനം ചെയ്യുന്നു. വഴിയാവണ്ണം ദേവിയെ ആരാധിച്ചും പൂജിച്ചും ഭജിച്ചും കഴിഞ്ഞാൽ ഭാവിയിൽ ഈ നാടിന് ഒരാപത്തും ഉണ്ടാവില്ല. അമ്മേ ഭഗവതി, പ്രസീദ് 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 പ്രസീദ്. സാക്ഷാൽ പരാശക്തി തന്നെയാണ് ഇവിടെ ശിലാരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ചേർന്ന് കാണുന്ന ശില അനന്തശായിയായ മഹാവിഷ്ണുവിന്റെ. അതിനാൽ ലക്ഷ്മീനാരായണ സാന്നിധ്യമാണ് ഇവിടെ കാണുന്നത്.
വേന്തനാടിന്റെ മഹാഭാഗ്യമെന്നല്ലാതെ എന്ത് പറയാനാ? ഏത് നിലയിലാണ് ഈ ദിവ്യ സാന്നിധ്യത്തെ പൂജിക്കേണ്ടതെന്ന് കൂടി നോക്കൂ കണിയാരി. ലക്ഷ്മി, സരസ്വതി, ദുർഗ എന്നീ സങ്കല്പങ്ങളിൽ ഏതെങ്കിലും നിലയിലാകാം. എങ്കിലും ലക്ഷ്മി നാരായണ രൂപത്തിൽ ആരാധിക്കുന്നത് അധികം നന്ന. ഇങ്ങനെ തന്നെ ആകട്ടെ. എന്താ, നമുക്ക് വിരോധമില്ല. ഒരു കാര്യം, വേന്തനാട് ഗ്രാമത്തിന്റെ പുണ്യപരിഭാഗം കൊണ്ട് സിദ്ധിച്ച ഈ അനുഗ്രഹം ഗ്രാമത്തിന്റെ പൊതു സ്വത്തായിരിക്കണം. സംശയമില്ല. ഇന്ന് ഇവിടെ കൂടിയ 9 നമ്പൂതിരി ഇല്ലക്കാരും ചേർന്ന് ദേവിക്ക് ക്ഷേത്രം പണിയഴിക്കണം. ദേവിയെ ആദ്യമായി കണ്ട ഇടാട്ട് നമ്പൂതിരി തന്നെ ശാന്തിക്കാരനാവുകയും വേണം. എന്താ? അങ്ങനെ തന്നെയാണ്. അന്ന് ആദ്യമായി ആ ശില കാണപ്പെട്ട സ്ഥലമാണ് ഇന്ന് ഈ ക്ഷേത്രത്തിലെ പവിഴമല്ലിത്ത. എന്തെന്ത് മഹാത്ഭുതങ്ങൾ നടന്ന ക്ഷേത്രമാണ്. വില്ലുമംഗലത്ത് സ്വാമിയാണ് ആദിശങ്കരൻ തുടങ്ങിയ അവതാര പുരുഷന്മാരുടെ പാദസ്പർശം കൊണ്ട് ഇവിടം പവിത്രതരമായി. പരമഭാഗവതനായ വില്ലുമംഗലത്ത് സ്വാമിയാണ് കുംഭമാസത്തിലെ മകം നക്ഷത്രത്തിലാണ് ഈ ക്ഷേത്ര സന്നിധാനത്തിൽ എത്തുന്നത്. ഈ തീർത്ഥക്കുളത്തിൽ സ്നാനം കഴിഞ്ഞതിന് ശേഷം മതി ക്ഷേത്രത്തിനുള്ളിൽ കടക്കുന്നു. നമ്മുടെ സ്നാനത്തിന് ശേഷം നിങ്ങളുടേത്. കൽപ്പന പോലെ. ശിഷ്യ, ഇത് കാണുക. ഈ കുളത്തിൽ നിന്ന് കണ്ടുകിട്ടിയ ദേവി വിഗ്രഹമാണിത്. ഇതിനു വേണ്ടിയാവണം പരാശക്തി നമ്മെ ഇങ്ങോട്ട് ആനയിച്ചത്. ഇതിനെ ശരിയായ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കേണ്ടത് നമ്മുടെ ധർമ്മം. വരും. ഭക്തപ്രിയ, നിന്റെ മുമ്പിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് ദുഃഖശാന്തി വരുത്തുന്നതിനായി ഇവിടെ വസിച്ചായിരുന്നു. ഭൂതപ്രേതാദികളുടെ ആവേശത്തിൽ നിന്ന് ആശ്രിതർക്ക് അഭയമരുളുന്ന അനുഗ്രഹദായിനിയായി വിരാജിച്ചാൽ ഭദ്രകാളി, മഹേശ്വരി, മായാസ്വരൂപിണി, പാഹിമാം പാഹിമാം. അന്ന് വില്ലുമംഗലത്ത് സ്വാമിയാർ പ്രതിഷ്ഠിച്ച ദേവിയാണ് ഇന്ന് കിഴുക്കാവിലമ്മ. വില്ലുമംഗലത്ത് സ്വാമിയാർ കുംഭമാസത്തിലെ മകം നാളിൽ ദേവീദർശനം ലഭിച്ചതുകൊണ്ട് മകം തൊഴിൽ ഇന്നും ഇവിടെ അതിപ്രധാനമായി കേട്ടു. ഈ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിച്ചതായി കാണുന്നല്ലോ, അതിന്റെ കാരണം എന്താണ്? രസകരമായ ഒരു കഥയാണ് അതിന്റെ പിന്നിലുള്ളത്. വിദ്യാസമ്പന്നരുടെ നാടായ കേരളത്തിൽ വിദ്യാധിദേവതയായ സരസ്വതി ദേവിയുടെ ഒരൊറ്റ ക്ഷേത്രം പോലും ഇല്ലാത്തതിന്റെ കുറവ് പരിഹരിക്കാൻ ശ്രീ ശങ്കരൻ നിശ്ചയിച്ചു. അദ്ദേഹം മൈസൂരിലുള്ള ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ പോയി സരസ്വതി ദേവിയെ തപസ്സു. കനകകുണ്ടലമണ്ഡിതാശ്ചിത കാമദായിനി അംബികേ മഞ്ജുഭരതകമന്ദഹാസിയ കഞ്ചനേർമീമായികേ കൗസ്തുഭോജ്വലരത്നപുളകിത ഹാരകാന്തി വിരാജിതേ പുഷ്പവർണ്ണസമുജ്വലം മൃദുഗാത്രരമ്യസ്വരാർജിതേ സ്പാരഭംഗി കലർന്നിടും സ്തനഹേമ കുംഭവിലാസിനി. ഭക്തോത്തം സമയം കണ്ണു തുറക്കൂ. മഹാഭാഗ്യം. വിദ്യാരൂപിണി, സകലകലാ സ്വരൂപിണി, ഈ ഭക്തന്റെ നമസ്കാരം. വേദാന്ത വിജ്ഞനായ നിനക്ക് എന്ത് വരമാണ് വേണ്ടത്? വാണിമാതേ, അവിടുത്തെ സന്നിധാനം കേരളത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടി ഇവൻ പ്രാർത്ഥിക്കുന്നു.
വിഷമമുള്ള കാര്യമാണ് നീ ആവശ്യപ്പെടുന്നത്. ഈ ചാമുണ്ഡി ക്ഷേത്രത്തിൽ നിന്ന് ഞാൻ പോന്നാൽ ഇവിടം നാശോന്മുഖമാകും. അങ്ങനെ കൽപ്പിക്കരുതേ. ഇത്രകാലം ദേവി ഇവിടെ സന്നിധാനം ചെയ്ത് ഈ നാട്ടുകാരെ അനുഗ്രഹിച്ചില്ലേ? ഇനി എന്റെ നാട്ടിലേക്ക് എഴുന്നള്ളി അവിടുള്ള ഭക്തകോടികളെ അനുഗ്രഹിച്ചാലും ദേവിയെ ദർശിക്കാനായി ഇത്ര ദൂരം വന്നെത്താൻ കഴിവില്ലാതെ എന്റെ നാട്ടുകാർ നിരാശരായി കഴിയുകയാണ്. അവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ദേവി അത് നിരസിക്കരുതേ. ശരി, വരപ്രസാദം സിദ്ധിച്ച നിന്റെ ആഗ്രഹം നിറവേറ്റിത്തരാൻ ഞാൻ നിശ്ചയിച്ചു. നിന്നെ പിന്തുടർന്ന് ഞാൻ കേരളത്തിലേക്ക് വരാം. നിനക്കിഷ്ടമുള്ള സ്ഥലത്ത് പ്രതിഷ്ഠിച്ചു കൊള്ളുക. പക്ഷേ ഒരു വ്യവസ്ഥ. എന്താണ്? ഞാൻ നിന്നെ അനുഗമിക്കുമ്പോൾ ഒരു കാരണവശാലും തിരിഞ്ഞു നോക്കരുത്. നോക്കിയാൽ പിന്നെ ഞാൻ പിന്തുടരുകയില്ല. ഇല്ല, ഞാൻ തിരിഞ്ഞു നോക്കുകയില്ല. ശരി, നടന്നോളൂ. ദേവിയുടെ കാൽച്ചിലമ്പൊലി കേൾക്കുന്നില്ലല്ലോ. തിരിഞ്ഞു നോക്കാനും വയ്യ. ദേവിയെ കൂടാതെ മുന്നോട്ടു പോകുന്നതെങ്ങനെ? അയ്യോ ദേവി, മാപ്പ്. ഇവന്റെ അപരാധത്തിന് മാപ്പ് നൽകിയാൽ നിവൃത്തിയില്ല. നീ നമ്മുടെ വ്യവസ്ഥ ലംഘിച്ച നിലയ്ക്ക് ഇനി നിന്നെ പിന്തുടരാൻ നിർവാഹമില്ല. ഈ നിമിഷം മുതൽക്ക് ഈ മൂകാംബികയിൽ ഞാൻ സന്നിധാനം ചെയ്യുന്നതാണ്. ദയാമേ, അറിയാതെ ചെയ്ത അപരാധമല്ലേ? മനുഷ്യ സഹജമായ ഈ പിഴ പുറത്ത് ഇവന്റെ കൂടെ എഴുന്നള്ളണമേ. ഇല്ല, ഈ മൂകാംബികയിൽ നിന്ന് ഒരടി പോലും ഞാൻ മുന്നോട്ട് വെക്കുകയില്ല. എന്നെ ദർശിക്കേണ്ടവർ കേരളത്തിന്റെ അതിർത്തിയിലുള്ള ഇവിടെ വന്ന് ദർശിച്ചുകൊള്ളട്ടെ. അങ്ങനെ കൽപ്പിക്കരുതേ. അവിടുത്തെ സാന്നിധ്യം കേരളത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഇവൻ ഇത്രകാലം തപം ചെയ്തത്. അത് സാധിക്കാതെ വന്നാൽ ഈ സന്നിധിയിൽ നിന്ന് പോവുകയില്ല. ഇത് സത്യം. വത്സ, നിനക്ക് ഇത്ര നിർബന്ധമാണെങ്കിൽ നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം. പക്ഷേ നിന്നോടൊന്നിച്ച് ഞാൻ വരുന്നില്ല. നിന്റെ നാട്ടിലെ ചോട്ടാനിക്കര ക്ഷേത്രത്തിൽ എന്നും രാവിലെ നിർമാല്യം നട തുറക്കുന്നത് മുതൽ ശ്രീബലി കഴിയുന്നത് വരെ എന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. അതിനുശേഷം ഞാൻ ഈ മൂകാംബികയിലേക്ക് പോരും. അതുകൊണ്ട് കേരളത്തിലെ ഭക്തന്മാർ ചോട്ടാനിക്കരയിലെത്തി രാവിലെ ശ്രീബലി വരെയുള്ള സമയത്ത് എന്നെ ഭജിച്ചാൽ ഉദ്ദിഷ്ട ഫലം സിദ്ധിക്കും. ഇനി സമാധാനമായി നാട്ടിലേക്ക് പോകൂ. ദേവിയുടെ ദയാവായ്പിന് നമസ്കാരം. ദേവി, മാണിക്യ വീണാമപലാളയന്തി മദാലസ മഞ്ജുളവാഗ്വിലാസ മാഹേന്ദ്ര നീലച്യുതി കോമളാംഗി മാതംഗകന്യാ സതതം സ്മരാമി.
നാദസ്വരൂപിണി, ജ്ഞാനസ്വരൂപിണി, ജഗന്മോഹിനി എന്നെന്നും എന്റെ നാട്ടുകാർക്ക് അനുഗ്രഹദായിനിയായി ഈ പുണ്യക്ഷേത്രത്തിൽ സന്നിധാനം ചെയ്തരുളിയാലും. മഹാമായി, ജഗദംബികെ, രാജരാജേശ്വരി, അന്നപൂർണേശ്വരി, പ്രസീദ പ്രസീദ. ഇന്നും ഇവിടുത്തെ ശീബിലി കഴിയുമ്പോഴാണ് മൂകാംബിക ക്ഷേത്രത്തിന്റെ നട തുറക്കുന്നത്. രാവിലെ ചോട്ടാനിക്കര ദേവിയെ അണിയിക്കുന്ന ആട വെള്ളയാണ്. വെള്ളപ്പളുക്ക് നിറമാണ്ട സരസ്വതിയുടെ സാന്നിധ്യമുള്ളതിനാലാണ് വെളുത്ത ആട അണിയിക്കുന്നത്. കാലത്തുള്ള ശ്രീബലി കഴിഞ്ഞാലോ? പിന്നീട് ഭഗവതിയെ സൂചിപ്പിക്കുന്ന ചുവന്ന ആടയാണ് ചാത്ത. അങ്ങനെ സരസ്വതിയായും കാളിയായും ദുർഗയായും സാക്ഷാൽ രാജരാജേശ്വരിയായ ലോകമാതാവ് ഭക്തജനങ്ങൾക്ക് അഭയവും ആശ്വാസവും അരുളി ഈ സങ്കേതത്തിൽ വിരാജിക്കും. ഈ ക്ഷേത്രത്തിൽ മേൽക്കൂരയില്ലാത്ത ഒരു രക്ഷിത്തറയുണ്ടല്ലോ, അതിന്റെ അർത്ഥം എന്താണ്? പറയാം. പക്ഷേ ആ കഥ കുട്ടികൾ കണ്ടു. പോയി കിടന്നോ, ഉറങ്ങണ്ടേ? സമയം വളരെയായി. കാലത്ത് എഴുന്നേറ്റ് നിർമ്മാല്യം തൊഴേണ്ടതല്ലേ? ആ എച്ചിത്തറയുടെ പിറകിൽ രസകരമായൊരു കഥയാണ്. ഇവിടെ നിന്നും ഒരു 7-8 നാഴിക തെക്കോട്ട് മാറി തോട്ടറ എന്ന മനോഹരമായ ഒരു ഗ്രാമം. അവിടെ കണ്ടാരപ്പള്ളി എന്ന് പേരായ ഒരു നമ്പൂതിരി ഇല്ലം പണ്ടുണ്ടായിരുന്നു. അവിടുത്തെ കാരണവനായിരുന്നു ഗുപ്തൻ നമ്പൂതിരി. നോം തൃപ്പൂണിത്തുറ കഥകളി കാണാൻ പുറപ്പെടുകയാണ്. പുലർച്ചയ്ക്കേ മടങ്ങുള്ളൂ. കഥകളൊക്കെ ബന്ധിച്ച് കിടന്ന് ഉറങ്ങിക്കോണം. കേശവ കേശവ, അടിയനല്ല, അസൽ കുട്ടിയനാണ്. ആ തൃപ്പൂണിത്തുറയ്ക്ക് എഴുന്നള്ളത് എന്തിനാണാവോ? നിന്റെ അമ്മയുടെ പിണ്ണം വെക്കാൻ. മനസ്സിലായോ? നാം ഇങ്ങനെ പുറപ്പെടും ചോദിക്കാം. നീ ആരാ പമ്പല വിട്ടി? അറിയാണ്ട് ചോദിച്ചോയതാ. പുലർച്ചയ്ക്ക് നാം മടങ്ങിയെത്തുമ്പോ നീ കണ്ണും വിഴിച്ച് കാത്തിരുന്നിട്ടില്ല എന്ന് പറഞ്ഞെ കണ്ണ് ചൂന്നെടുത്ത് നായക്കുട്ടി കെട്ടു കൊടുക്കും. ഇല്ലേ ഇല്ലേ? കാണണോ? അടിയൻ ഉറങ്ങില്ലെന്നാണ് ഇവിടെ കൊണ്ടത്. നാം മറ്റെന്തോ ധരിച്ചങ്ങട് വശായി കേട്ടോ. നാം ഒരു പമ്പര വിട്ടിയത്. അടിയൻ കേശവ, നാം പമ്പര വിട്ടിയാണെന്നോ? സംഭരിച്ചളയും ഭീമൻ ദുശാസന കുടൽമാല ചാർത്തിയതുപോലെ. അയ്യോ, അടിയൻ പാവമാണേ. ഓ, നിന്നോട് സംസാരിച്ച സമയം പോയി. നായ ഇനി എത്ര നടക്കേണ്ടിയിരിക്കുന്നു. നാളം കൂട്ടി ഒന്ന് മുറുക്കിയിട്ട് തന്നെ മേ കാര്യം. അസല് ലാവ്. ഈ ലാവത്ത് ഒരു കൂട്ടുകാരിയോട് ഉണ്ടായിരുന്നെങ്കിൽ ബഹുരസാണ്. പറഞ്ഞിട്ട് എന്താ കാര്യം? പിച്ചകപ്പൂവിന്റെ മണം, പൂനിലാവും പിച്ചകപ്പൂവിന്റെ പരിമളവും. പുരുഷനെ 10 പിടിപ്പിക്കാൻ പിന്നെ എന്താ വേണ്ടിയ? ആരാ ഒരു വളക്കിലുക്കം? ആ ശേഷം പഠിക്കണ്ട. ഇങ്ങോട്ട് കടന്നു വന്നോളൂ, ഇങ്ങോട്ട് കടന്നു വന്നോളൂ. ആരാ മനസ്സിലായില്ല? അടിയത്തിനെ തിരുമേനി അറിയില്ലെങ്കിലും തിരുമേനിയെ അടിയത്തിന് അറിയാം. എങ്കിൽ പറയൂ, നോമാരാ? കണ്ടാരപ്പള്ളിയിലെ കാരണവരായ കാമദേവൻ. സമ്മതിച്ചു. ഇനി പറയൂ, താനാരാ? അടിയൻ ഇവിടെ അടുത്ത് താമസിക്കുന്ന കാമാക്ഷി വാരിസ്യാരാണ്. കാമാക്ഷി വാരിസാരോ? ശിവ ശിവ, പലരും ചൊല്ലി കേട്ടു
നളിനമുഖി നിൻ കഥ നേരിട്ടൊന്ന് കാണുന്ന അങ്ങനെ നിരീക്ഷിക്കുമ്പോഴാണ് വാരിസാറിന്റെ വരവ്. സന്തോഷായി. തിരുമേനിക്ക് വലിയ കളിപ്രാന്താണെന്ന് തോന്നുന്നല്ലോ. അടിയത്തിനും കളിയെന്ന് വെച്ചാ പ്രാണനാ. 10 ദിവസം പട്ടിണി കിടന്നാലും കളിക്ക് പോകാതെ വയ്യ. രസ്യത്തിന് സംശയമില്ല. ഇന്ന് തൃപ്പൂണിത്തുറ പൊടി പൊടിച്ച കഥകളിയുണ്ട്. എന്താ പൂർണ്ണം? അടിയൻ അങ്ങോട്ട് ഇറങ്ങിയതാ. കൂട്ടിന് ആരും ഇല്ലാണ്ട് തനിച്ചു പോയാൽ 4 ആൾ നിന്ദിക്കുമല്ലോ നിരീച്ചു നിന്നപ്പോഴാ തിരുവേനിയെ കണ്ടത്. കൂടെ പോകുന്ന വിരോധം വെച്ചോണ്ട് കൈമുദ്ര കാണിച്ചാൽ കാണാൻ ഭംഗി ഉണ്ടാവില്ല. അതങ്ങ് താഴേക്ക് വെച്ചിട്ട് ആടിപ്പാടിയാൽ കാണാൻ നല്ല വെടിപ്പുണ്ടാകും. അത് പാടില്ല. ഇതെന്റെ ഗുരുനാഥൻ കോശാപ്പള്ളി ആശാരിയെ ഏൽപ്പിക്കാനുള്ള മകൾക്ക് ഗ്രന്ഥമാണ്. ഈ താഴോട്ട് വയ്ക്കാനും പാടില്ല, മറുകയും മാറ്റാനും പാടില്ല. കാമാക്ഷി വേണച്ചാൽ ഈ ചെല്ലം തുറന്ന് ആ പിശാങ്കത്തി എഴുതിയോ? വേണ്ട. പിശാങ്കത്തി എന്ന് പറഞ്ഞ ഉടനെ പേടിച്ചല്ലോ. അയ്യോ പാവം കുട്ടി. കാമാക്ഷി വാരിസാരെ എനിക്ക് ഇഷ്ടപ്പെടിച്ചിരിക്കണു. അടിയത്തിന്റെ മഹാഭാഗ്യം. അല്ല, എന്റെ മഹാഭാഗ്യം. അല്ലെങ്കിൽ വിലാസവതിയായ വാരിസാരെ ഇങ്ങനെ കണ്ടുമുട്ടാൻ പറ്റുമോ? അല്ല, അതിന് ഇനി നേരം ഉണ്ടല്ലോ. വേവോളം ക്ഷമിക്കാമെങ്കിൽ പിന്നെ 6 ഓളം ക്ഷമിച്ചൂടെ? എത്ര വേണമെങ്കിലും ക്ഷമിക്കാം. പക്ഷെ ഒരു കാര്യം, ആ കഥകളി കഴിഞ്ഞാൽ നാം 2 ആളും ഒന്നിച്ചാ മടങ്ങ. തീർച്ച വന്നാൽ ഉടനെ വാരിസാരുടെ വീട്ടിലേക്ക് ഒരുമിച്ചാ പോവുക. തീർച്ച ധരിച്ചോ? മിണ്ടാണ്ടിരിക്കും തിരുവേനി. കളി തുടങ്ങുന്നതിന് മുൻപ് അങ്ങ് എത്തണ്ടേ? ഇതാണ് നമ്മുടെ ഗുരുനാഥന്റെ ഇല്ലം. ഈ ഗ്രന്ഥം ഗുരുനാഥനെ ഏൽപ്പിച്ച് നോം വന്നേക്കാം. കാമാക്ഷി ലേശം ഇവിടെ നിൽക്കൂ. അയ്യോ, ഈ നടുപ്പാതിരാ നേരത്ത് ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കാനോ? അടിയന് പേടിയാവുന്നു. കാമാക്ഷി കണ്ണടച്ച് തുറക്കുമ്പോ നോമിങ്ങി പോരാ. എന്താ പോരെ? പോരാ. അടിയനെ വിട്ടിട്ട് എങ്ങും പോകരുത്. ഗ്രന്ഥം മടങ്ങി വരും വഴി കൊടുക്കാം. ഏയ് പോരാ, അപ്പോഴേക്കും ഗുരുനാഥൻ ഉറക്കാവും. എങ്കിൽ ഗ്രന്ഥം മതിൽക്കെട്ടിനുള്ളിട്ടിട്ട് പോകാം. അയ്യോ, ഇത് അപൂർവ ഗ്രന്ഥാണ്. കളഞ്ഞു വെച്ചാൽ ഗുരുനാഥൻ ശപിച്ച് കൊല്ലും. കോച്ചപ്പള്ളി ആശാനെ പറ്റി കാമാക്ഷി കേട്ടിട്ടില്ലേ? മഹാമാന്ത്രീനാ. ഭൂതപ്രേതാദികളെ വരച്ച വരക്കി നിർത്തും. അയ്യോ, കേട്ടിട്ട് തന്നെ പേടി തോന്നുന്നു. അടിയനെ തനിച്ചിവിടെ നിർത്തിയിട്ട് പോയാൽ പേടിച്ച് മരിച്ചു പോകും. തിരുമേനി ഇങ്ങനെ ചതിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അടിയൻ കൂടെ പോരത്തില്ലായിരുന്നു. നീ എന്തൊക്കെയാ പറയാ? നിന്നെ നോ ചതിക്ക്. നോടിയിടയിൽ ഈ ഗ്രന്ഥം ഗുരുദാസനെ ഏൽപ്പിച്ച് നോക്കാൻ വന്നേക്കാം. അതിടയിൽ ഒന്നും സംഭവിക്കില്ല. തിരുമേനി, തിരുമേനി. ആരാത്? ഗുപ്തനോ? എന്താ ഈ ആ സമയത്ത്? തൃപ്പൂണിത്തുറ കഥകളിയാണോ പുറപ്പെട്ടിരിക്കുകയാണ്. ഈ ഗ്രന്ഥം ഇങ്ങോട്ട് വരാൻ കഴിയുന്നേ ഉള്ളൂ. ലേശ തിടുക്കത്തിലാണ്. എത്ര തിടുക്കം? കൂടെ വന്നാള് പഠിക്കാൻ നിൽക്കുന്നു. ആരാത്? അകത്തേക്ക് വിളിക്കായിരുന്നില്ലേ? അത് വേണ്ട തിരുമേനി. എന്താ കാര്യം? പിന്നെ പിന്നെ പറയുന്ന ഒരു സ്ത്രീയാണ്. സ്ത്രീയോ? ഈ രാത്രിയിൽ ഗുപ്തനോടൊപ്പം പുറപ്പെട്ട സ്ത്രീ ആരാ? കാമാക്ഷി വാരിസാറ്. കാമാക്ഷി ഒറ്റയ്ക്ക് കളി കാണാൻ പുറപ്പെടുകയെ? ഹേയ്, നമുക്ക് വിശ്വാസം വരുന്നില്ല. പഠിക്കൽ പുറത്ത് നിൽപ്പുണ്ട്. ഇവിടെ നോക്കിയാ കാണാം. കഥ നമ്മെ തൊട്ടുകൊണ്ട് ആ പഠിക്കലേക്ക് നോക്കൂ. അപ്പോൾ കാണാം നിന്റെ കൂട്ടുകാരിയുടെ തനി സ്വരൂപം. അയ്യോ, മനുഷ്യനെ തിന്നുന്ന യക്ഷി. ഗുരുനാഥ രക്ഷിക്കണേ. ഈ പിശാചിനി എന്നെ പിച്ചി കീറി രക്തം കുടിക്കുന്ന മുമ്പ് എന്നെ രക്ഷിക്കണേ. ഈ ഗ്രന്ഥം കയ്യിലുണ്ടായിരുന്നുകൊണ്ടാ അവൾ നിന്നെ ഭക്ഷിക്കാതിരുന്നത്. ഇത് തന്നിട്ട് തിരിച്ചു പോയാൽ ഉടൻ കഥ കഴിയുമായിരുന്നു. അങ്ങനെ പറയരുത്. എന്നെ രക്ഷിക്കാൻ ഈ പാപം ഞാൻ വിടില്ല. നിന്നെ നാം രക്ഷിച്ചാൽ ഈ ഇല്ലത്ത് സന്താനഹാനി ഉണ്ടാകും. സാക്ഷാൽ ചോറ്റാനിക്കരാമയ്ക്ക് മാത്രമേ അതിന് ശക്തിയുള്ളൂ. നേരെ ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്ക് തന്നെ പൊയ്ക്കൊള്ളൂ. അയ്യോ, അവിടെ എത്തും മുമ്പേ അവൾ എന്നെ പിടികൂടി ഭക്ഷിക്കും, നിശ്ചയം. എഴുന്നേൽക്കൂ. ഇതാ ഈ കല്ലുകൾ കയ്യിൽ വെച്ചുകൊള്ളൂ. തിരിഞ്ഞു നോക്കരുത്, നിൽക്കുകയുമരുത്.
അവൾ തൊട്ടു പുറകിലെത്തിയാൽ ചോറ്റാനിക്കര അമ്മയെ ധ്യാനിച്ച് ഒരു കല്ല് പുറകോട്ടെറിയും. ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ പ്രവേശിച്ചാൽ രക്ഷപ്പെട്ടു. ഗുരുനാഥ, നോം സംശയിക്കണ്ട, നോമല്ലേ പറയുന്നത്. അമ്മ അനുഗ്രഹിച്ചാൽ ഒരാപത്തും വരികയില്ല. പോയിക്കൊള്ളൂ. എന്റെ ചോറ്റാനിക്കര അമ്മേ, ഈ പാവത്തിന് രക്ഷിക്കണേ. തിരുമേനി ഒന്ന് നിൽക്കുന്നു. എത്ര നേരമായി അടിയൻ കാത്തു നിൽക്കുന്നു. അടിയൻ പറയുന്ന ഒന്ന് കേൾക്കൂ തിരുമേനി. അമ്മേ, ചോറ്റാനിക്കര അമ്മേ. ഇങ്ങനെ കണ്ട ഭാവം ഇല്ലാതെ പോയാലും തിരുമേനി അവിടുത്തെ കാമാക്ഷിയല്ലേ പറയുന്നത്. ഒന്ന് കേൾക്കുന്നേ. അടിയൻ പറയുന്ന ഒന്ന് കേൾക്കൂ തിരുമേനി. ഒന്ന് നിൽക്കൂന്നേ അവിടെ. നിന്നില്ലെങ്കിൽ ഇവൾ പിടിച്ചു നിർത്തും. അമ്മ, ഇങ്ങനെ ഓടിയാലും അടിയനോട് ഇത്ര തീർക്കൂ. അവിടുത്തെ ദാസിയല്ലേ ഇവൾ. ഇവളെ ഒന്ന് തലോടി തളർച്ച തീർക്കൂ. തവന്തത് നോമ മഹാനായ നീയേ തുണ. അമ്മേ, ഒന്ന് നിൽക്കൂ തിരുമേനി. തിരുമേനി തിരുമേനി ഒന്ന് നിൽക്കൂ. നിൽക്കാനാ പറഞ്ഞേ. അയ്യോ, 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 അഭയം അഭയം, കൊടും യക്ഷി തൊട്ടു പുറകെ, രക്ഷിക്കണേ. എന്താ കഥ? എഴുന്നിട്ടുള്ളൂ. ഒരു രക്ഷയും ഈ മതിൽക്കകത്ത് കടക്കില്ല. സംശയിക്കണ്ട. അവള് വെളിയിൽ നിപ്പോണ്ട് എന്നെ കടിച്ചു കയറി തിന്നാൻ. ഭയങ്കരി. ചോറ്റാനിക്കര അമ്പലത്തിൽ ചെന്നാലേ രക്ഷയുള്ളൂ എന്ന് അദ്ദേഹം കൽപ്പിച്ചു. അദ്ദേഹം ജപിച്ചു വന്ന കല്ലുകളൊക്കെ തീർന്നു. ഇനി അടിയൻ എങ്ങനെ അമ്പലത്തിലെത്തും? ഓഹോ, അപ്പൊ അതാ കാര്യം അല്ലേ? നമുക്കെല്ലാം മനസ്സിലായി. ഒട്ടും ഭയപ്പെടണ്ട കേട്ടോ. ആ, ഇതാ ഈ ഈറൻ തോർത്ത് വീശിക്കൊണ്ട് അമ്പലത്തിലേക്ക് പൊയ്ക്കൊള്ളൂ. അവൾ അടുത്ത് വരില്ല. അമ്പലത്തിനകത്ത് കാല് കുത്തിയാലുടൻ ഇത് വെളിയിലേക്ക് എറിയണം. വിഴുപ്പ് തോർത്തുമായി അമ്പലത്തിനകത്ത് കയറുന്നത് ശരിയല്ല. പോയിക്കോളൂ. അവിടുത്തെ കാരണത്തിന് നമസ്കാരം. ദുർഗേ ഭഗവതി പ്രസീദ പ്രസീദ. രാമ 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 രാമ. ആ നാറ് തോർത്ത് ദൂരത്തെറിയും. അടിയന്റെ മേൽമുണ്ട് തരാം. ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കൂ. അസൽ കസോലേറിയതാ. വേണ്ടേ വേണ്ട, നിന്റെ യാതൊന്നും വേണ്ട. എന്റെ ചോറ്റാനിക്കര അമ്മേ,
ദേവി നിഗ്രഹിച്ച യക്ഷിയെ കുടിയിരുത്തിയിരിക്കുന്ന പറയാണ് ക്ഷേത്രവളപ്പിനുള്ളിലെ യക്ഷിത്തം. അത്താഴപൂജ കഴിഞ്ഞ് നടയടച്ചാൽ ആരും ക്ഷേത്രവളപ്പിനുള്ളിൽ കടക്കാറില്ല. മേശാന്തി, കടകക്കാരൻ, കാവൽക്കാരൻ എന്നിവരൊഴികെ ക്ഷേത്രത്തിനുള്ളിൽ ആരും കിടന്നുറങ്ങാനും പാടില്ല. ഈ പതിവൊന്നും അറിയാതെ ഒരു രാത്രിയിൽ ഒരു പടുവൃദ്ധ ക്ഷേത്രവളപ്പിനുള്ളിലെത്തി. മാറാരോഗം പിടിപെട്ട് സർവരാലും ഉപേക്ഷിക്കപ്പെട്ടൊരു മന്ദഭാഗ്യായിരുന്നു ആ പാവം. അമ്മേ, വയ്യ. എത്ര നാൾ ഈ വേദന സഹിക്കും? എന്തൊരു നീറ്റ അമ്മേ. എന്നിട്ട് മാറാൻ വന്നിരിക്കുന്ന സ്ഥലം കൊള്ളാം. കണ്ടോ, മഹാരോഗം എന്നിരിക്കുന്ന ബാക്കിയുള്ളൊരു ശല്യം ചെയ്യാൻ. ഇതിനെയൊക്കെ ഈ അമ്പലം മതിൽ കെട്ടിനകത്ത് കയറ്റി വിട്ടതായ. എഴുന്നേറ്റ് മാറാൻ. നട അടയ്ക്കാറാവുമ്പോഴാണ് ഈ ഭിക്ഷ തന്നെ ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ ഭിക്ഷക്കാരിയല്ല. അല്ലല്ല, കണ്ടാൽ അറിയാമല്ലോ. മകൻ വെളിയിലേക്ക് ദിവസം എന്റെ അമ്മ ആർക്കും വേണ്ടാത്ത ഈ കിളവി എങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നുണ്ട്. ഇവളെ അങ്ങ് വിളിക്കാത്തത്. കഞ്ഞി വേണമെങ്കിൽ എടുത്ത് കുടിച്ചോണം. നീ തന്നെ കുടിച്ചു. നിന്നെ പോലെ തന്നെയല്ലേ അവൾ എന്നെയും കരുതിയിരിക്കുന്നത്. നീ കുടിച്ചാൽ ഞാൻ കുടിച്ചാലും എന്ന് തന്നെ. അമ്മൂമ്മയ്ക്ക് കൊണ്ടുവന്ന കഞ്ഞി പട്ടി കുടിച്ചല്ലേ? സാരമില്ല മോളെ. അമ്മൂമ്മ അതിനെ ഓടിക്കാത്തത് എന്താ? അമ്മൂമ്മ എത്തിയപ്പോഴേക്കും അത് പാതി കുടിച്ചു കഴിഞ്ഞു. ഈ അമ്മ എന്തിനാ കഞ്ഞി വാതുക്കൾ കൊണ്ടുവച്ചത്? അതുകൊണ്ടല്ലേ പട്ടി കുടിച്ചത്? എന്നും നിന്റെ അമ്മ അവിടെയാണ് മോളെ കൊണ്ടുവയ്ക്കുന്നത്. എന്ത് ചെയ്യാ? പോട്ടെ അമ്മൂമ്മേ, ഞാൻ പോയി ഇപ്പം വേറെ കഞ്ഞി കൊണ്ടുവരാം. വേണ്ട മോളെ. വേണ്ടേ? അമ്മൂമ്മ കഞ്ഞി കുടിച്ചില്ലെങ്കിൽ അമ്മൂമ്മയ്ക്ക് വിശക്കില്ലേ? അമ്മൂമ്മയുടെ വിശപ്പെല്ലാം കെട്ടുപോയി മോളെ. അതൊന്നും പറയണ്ട, ഞാനിപ്പോ വേറെ കഞ്ഞി കൊണ്ടുവരാം. വേണ്ട മോളെ, നിന്റെ അമ്മ വഴക്ക് പറയും. എനിക്ക് വെച്ചിരുന്ന് കച്ചി കൊണ്ടുവരാം. അപ്പോഴാരും വഴക്ക് പറയുന്നില്ലല്ലോ. ഞാൻ ഇതാ വന്നേച്ചു. പാവം കുഞ്ഞ്. ഇത്ര സ്നേഹമുള്ള ഈ കുഞ്ഞെങ്ങനെ ആ ഭദ്രകാളിയുടെ വയറ്റിൽ പിറന്നോ എന്തോ. ഇത് കണ്ടോ മമ്മി, നല്ല പൊടിയരി കഞ്ഞിയും കടുമാങ്ങയും. വേഗം കുടിച്ചോ. എന്റെ കുഞ്ഞിന്റെ കഞ്ഞിയാണ് ഈ കിഴവിക്ക് കൊണ്ടുവന്നത്. അതിനെന്താ, എന്റെ അമ്മൂമ്മയ്ക്കല്ലേ. കുടിക്കും മമ്മി. മോടെ അമ്മ അറിഞ്ഞ? ആരറിയില്ല, എനിക്ക് വിളമ്പി വെച്ചിരുന്നതാ. ഞാൻ കുടിച്ചെന്ന് വിചാരിച്ചോളൂ. എന്റെ പൊന്നു മോളെ. അമ്മൂമ്മ കരയാണോ? അല്ല മോളെ, ഇതിന് ഞാൻ എന്ത് പുണ്യം ചെയ്തു എന്ന് വിചാരിച്ചപ്പോ കണ്ണ് നിറഞ്ഞു പോയതാ. കണ്ണ് തുടച്ചിട്ട് കഞ്ഞി കുടിക്കൂ വേഗം. വേണമെങ്കിൽ ഞാൻ കോരി തരാം. വാ പൊളിക്കൂ. വായ് പൊളിക്കൂ. വേണ്ട മോളെ. വായ് പൊളിക്കാൻ വേഗം. ഇതിനകത്ത് കയറും നിന്നോട് പറഞ്ഞു കേട്ടോ. നീ പറഞ്ഞു വേണ്ടത് പിന്നെ എന്തിനാണ് വന്നേ? അതിന് നിനക്കെന്താടി? പട്ടി കുടിച്ചെങ്കിൽ പട്ടിണി കിടക്കട്ടെ. സൂക്ഷിക്കാഞ്ഞിട്ടല്ലേ പട്ടി കുടിച്ചത്? കഞ്ഞി കൊണ്ട് കൊടുത്താലും പോരാ, അത് കുടിക്കുന്നവരെ മറ്റുള്ളവരെ കാവല് നിൽക്കണം. കാവല് നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞു. എന്തിനു പറയണം? പ്രവൃത്തി കൊണ്ട് കാണിച്ചാൽ പോരെ. കൊണ്ടുവച്ച കഞ്ഞി പട്ടിയെ കൊണ്ട് കുടിപ്പിച്ചു. ഇനി പട്ടിണി കിട്ടുന്ന പരാതി പറയാമല്ലോ. ഞാൻ ആരോടും പരാതി പറഞ്ഞില്ല. ആഹാ, പിന്നെ ഇവളോട് പറഞ്ഞ് കഞ്ഞി കൊണ്ടുവരിച്ചതോ? അമ്മൂമ്മ പറഞ്ഞില്ല, ഞാൻ തനിയെ എടുത്തോണ്ട് വന്നതാ.
നിന്നോട് ചോദിച്ചോ അധിക പ്രസംഗി? അവളെ തല്ലില്ലേ വേണ എന്നെ തല്ലിക്കും. ഒരു കാരുണ്യം. ഇവൾക്കും കൂടി നിങ്ങളുടെ ദീനം പകരട്ടെന്ന് കരുതിയില്ലേ പിടിച്ചടുത്തിരുന്നത്? എനിക്കറിയാം നിങ്ങളുടെ മനസ്സിരിപ്പ്. മഹാഭാവം പറയല്ലേ, ദൈവദോഷം കിട്ടുമ്പോൾ. ദൈവത്തിന്റെ കാരുണ്യം കൊണ്ടല്ലയോ മേലാസകലം കുന്നു വന്നത്. എന്നിട്ടും അടങ്ങി ഒതുങ്ങി കിടക്കാതെ മറ്റുള്ളവരെ ശല്യപ്പെടുത്തലാ തൊഴില്. ഞാൻ എന്ത് ശല്യം ചെയ്തു? സദാ പിരിവർക്കുന്നതും ത്യാഗവും ഞാൻ അറിയുന്നില്ലെന്നാണോ വിചാരം? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത് എന്റെ വീടാ. നിങ്ങളുടെ മോന്റെ ഭാര്യ ആണെങ്കിലും ആരുടെയും ചെലവിലല്ല ഞാൻ കഴിയുന്നത്. അന്തസ്സായിട്ട് ജോലി ചെയ്താ ജീവിക്കുന്നത്. ഞാനും അന്തസ്സായിട്ട് ജീവിച്ചവള് തന്നെ. നിങ്ങളുടെ ഒരു അന്തസ്സുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ വേണ്ട. എന്നെ കൂടെ ഒന്നും പറയക്കണ്ട. ഇനി ഈ മുറിക്കകത്ത് കയറി എന്നിട്ട് കാല് ഞാൻ തല്ലി ഓടിക്കും. ഈ വൃത്തിയാണ് തല നിനക്ക് എങ്ങനെ തോന്നിയടി വൃത്തികെട്ടവളെ? കുളിക്ക്. എന്റെ ദേവി, എന്തെല്ലാം കണ്ടാലും കേട്ടാലും ഈ ജന്മം ഒടുങ്ങുപോയെന്തോ. അമ്മ അടുത്ത് പോതിന് അമ്മ എന്നെ അടിച്ചു. അമ്മയ്ക്ക് ദീനമല്ലേ, ദീനം പിടിച്ചവർ തടുത്തു പോയാൽ അത് പകരില്ലേ? എനിക്കും ദീനം പിടിച്ചാൽ അച്ഛനും അമ്മയും എന്റെ അടുത്ത് വരൂല്ലേ? അത് പിന്നെ വരൂല്ലേ? അപ്പൊ പിന്നെ അമ്മമ്മ എടുത്ത് പോയാലെന്താ? പാവം അമ്മമ്മ ഇടിഞ്ഞു പൊളിഞ്ഞു കിടന്ന ആ മുറിയിൽ ഒറ്റയ്ക്ക് ഇരുട്ടത്ത് കിടക്കുക. ആരും അടുത്ത് ചെല്ലില്ല. ഞാൻ ചെല്ലുമ്പോൾ അമ്മമ്മയ്ക്ക് എന്ത് സന്തോഷമാണെന്നോ. പക്ഷെ അവിടെ ചെല്ലാൻ പാടില്ലെന്നാ അമ്മ പറയുന്നത്. അമ്മ പറയുന്ന അനുസരിക്കുന്ന മോളെ, നല്ല കുഞ്ഞുങ്ങള് അങ്ങനെയാണ്. എങ്കിൽ പിന്നെ അച്ഛൻ ചീത്ത കുഞ്ഞാണോ? അച്ഛന്റെ അമ്മയിലെ അമ്മമ്മ അമ്മമ്മ പറയുന്നത് അച്ഛൻ അനുസരിക്കാത്തതെന്താ? അതെ, പിന്നെ അമ്മമ്മ എപ്പോഴും അച്ഛനെ വിളിച്ചിട്ടും അച്ഛൻ അടുത്ത് പോകാത്തത് എന്താ? അമ്മമ്മയുടെ അടുത്തിരുന്ന് ചോറും കഞ്ഞി കഴിക്കാത്തത് എന്താ? അമ്മമ്മ ഈ വീട്ടിൽ താമസിപ്പിക്കാത്തത് എന്താ? മോളെ, അമ്മമ്മയുടെ മേല് മുഴുവൻ പുണ്ണല്ലേ, അതുകൊണ്ടല്ലേ വെളിയിലത്തെ മുറിയില്. എനിക്ക് പുണ്ണ് പിടിച്ചാലും ഇതുപോലെ വെളിയിൽ ഒറ്റയ്ക്ക് കിടത്തുമോ അച്ഛാ? വേണ്ടാത്തതൊന്നും പറയരുത് മോക്ക്. ഇപ്പൊ ഇതൊന്നും മനസ്സിലാവുകയില്ല. പോ, അപ്പുറത്ത്. എനിക്ക് എല്ലാം അറിയാം അച്ഛാ. പാവം അമ്മമ്മ എപ്പോഴും കരഞ്ഞ് കരഞ്ഞ് കഴിയുക. അത് കാണുമ്പോൾ എനിക്കും കരച്ചിരുന്നു. അച്ഛനെങ്കിലും അമ്മമ്മ അടുത്ത് പോയി സമാധാനിപ്പിക്കണം. നല്ല അച്ഛനല്ലേ? അതെ അതെ, നല്ല അച്ഛൻ. ഓഫീസിൽ പോകണ്ടേ? ഞാൻ മോളെ കൊണ്ടിട്ടെല്ലാം ജോലി വെള്ളത്തിനാവുമേ. നോക്ക്, ഞാൻ ഓഫീസിൽ നിന്ന് മടങ്ങി വരുന്നവരെ നിന്റെ മുറിയിൽ തന്നെ ഇരുന്നോണം. പള്ളിക്കുടം ഇല്ലാഞ്ഞെന്താ വല്യമ്മയുടെ കഥയും പുന്നാരും കേൾക്കാൻ പോയാലുണ്ടല്ലോ, അടിച്ച് ഞാൻ തൊടയുടെ തൊലി ഞാൻ വിളിക്കും. പറഞ്ഞേക്കാം. മീനാക്ഷി, ഞാൻ ഇറങ്ങാം. ആ കിഴവിക്ക് ഉച്ചയ്ക്ക് വല്ലതും കൊടുത്തേക്കണേ, അല്ലേ കിടന്ന് പ്രാഗും. ഓരോ ദുരിതങ്ങളും വന്ന് കേറിക്കോളും ശല്യം ചെയ്യാൻ. കൂടിയാകട്ടെ. എന്തൊരു കൊടും തണുപ്പ്! ഈ തണുപ്പത്തും മഴയത്തും നനഞ്ഞൊലിച്ച് രാത്രി എങ്ങനെ കഴിച്ചിട്ടുണ്ട്. നീണ്ടു നകർന്ന് കിടക്കാൻ പോലും നിവൃത്തിയില്ല. എന്തൊരു തലയിലെഴുത്ത്! എന്ത് മോളാ? മോളെന്തിനായി മഴയത്ത് വെട്ടത്ത് ഇങ്ങോട്ട് വന്നത്? മോടമ്മ കണ്ട അമ്മ അച്ഛൻ നല്ല ഉറക്കമാ. ഞാൻ പതുക്കെ എഴുതിട്ട് വന്നതാ. എന്തിന്? അമ്മമ്മ ഉറങ്ങാന്ന് നോക്കാൻ. ഉറങ്ങാനും? ഇതിനകത്ത് കിടന്നുറങ്ങാനും? അയ്യോ, ഇവിടെ മുഴുവൻ വെള്ളമാണല്ലോ. മോളെ തണുപ്പത്ത് നിൽക്കാതെ വേഗം പോ. അമ്മമ്മ ഈ തണുപ്പിൽ എങ്ങനെ കിടക്കും? അമ്മൂമ്മയ്ക്ക് എന്ത് തണുപ്പ് മോളെ, മുഴുവൻ തണുത്ത് മരവിക്കാൻ കാത്തിരിക്കുകയല്ലേ. എന്റെ മോള് വേഗം പോ. അമ്മമ്മ എന്റെ കൂടെ വരണം. എവിടെ? എന്റെ മുറിയിൽ കിടക്കാൻ. അയ്യോ വേണ്ട, അമ്മമ്മ ഇവിടെ കിടന്നോളാം. അമ്മമ്മ ഈ തണുപ്പത്തിൽ കിടന്ന് ദീനം കൂടും. നന്ദി. വേണ്ട മോളെ, അമ്മമ്മയ്ക്ക് അങ്ങോട്ട് വരാൻ പാടില്ല. എന്റെ മുറിയിലേക്കല്ലേ വിളിക്കുന്നത്? അവിടെ ആരില്ല. നമുക്ക് ഒരുമിച്ച് എന്റെ കട്ടിൽ കിടക്കാം. വരുന്നേ. വേണ്ട മോളെ, ഞാൻ വരില്ല. ഞാൻ വിളിച്ച വരൂല്ലേ? ഇല്ല, എന്തായാലും ഞാൻ വരില്ല. എന്നാ ഞാൻ ഇവിടെ നിന്ന് പോവില്ല. അമ്മമ്മ വരില്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കും. അരുത്, എന്റെ മോള് പോയി മോടെ മുറിയിൽ കിടക്ക്. അമ്മമ്മ വരാൻ ഞാൻ പോയില്ല. നല്ല മോളല്ല, അമ്മമ്മ പറയുന്നത് കേട്ടു. ഓ, അമ്മമ്മ ഇവിടെ കിടന്നോളാം.
ഒക്കില്ല, ഞാൻ സമ്മതിക്കില്ല. അമ്മൂമ്മ എന്റെ കൂടെ വരുന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടക്കും. എന്റെ ദേവി, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ പറയാം, എന്റെ കൂടെ വരാം. കട്ടിൽ കിടക്കും, തണുപ്പ് വേഗം മാറും. എന്റെ മോളെ കിടക്കുന്നേ. ഇപ്പൊ മനസ്സിലായോ സ്വന്തം അമ്മച്ചിയുടെ സൂത്രം? എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞിനെ പറഞ്ഞ് മയക്കി അവിടെ മുറി കിടക്കാൻ വന്നിരിക്കുക. അയ്യോ, അല്ല, ഇന്ദുമോള് നിർബന്ധിച്ച്. അവളെ നിർബന്ധിച്ചാലും അമ്മയ്ക്ക് അല്പമെങ്കിലും പകരു വേണ്ടേ? ഏകമാസകലം കൊണ്ടുപിടിച്ച അമ്മ ഈ കുഞ്ഞിന്റെ കൂടെ കിടക്കാമെന്ന് കരുതിയത് കുറെ കൂടി പോയി. എടാ മോനെ, എന്റെ മുഖത്ത് നോക്കി ഇത് പറയാൻ എന്ത് ചെയ്യും? ഇമാതിരി അനാവശ്യം കാണിച്ച പറയാതെ പറ്റുമോ? അമ്പേ, തൻ കാര്യത്തിനൊരു അതിരില്ലേ? ഈ കുഞ്ഞിന് ദീനം പിടിച്ചാലും വേണ്ടിയില്ല, സ്വന്തം കാര്യം നടക്കണം. ചുമ്മാ അല്ല വേലാസകലം വിണ്ടു കീറിയത്. എന്റെ ദേവി, നീ ഇതെല്ലാം കേൾക്കുന്നില്ലേ? ഓ, ഒരു ദേവീ ഭക്ത. ഇടി അതേ പ്രശ്നം ആര് പറഞ്ഞത് ഇതിനോടെ കണ്ടാൽ അടക്കുന്നതിനെ പിടിച്ച് മുറിക്കാത്ത കയറ്റാൻ? അത്ര കായോ? അമ്മൂമ്മ, നീയും പുണ്ണു പിടിച്ച് കിടക്കുന്ന കാണാൻ കൊതിക്കുന്ന അമ്മൂമ്മ. നിന്റെ നാക്ക് ഞാൻ പിഴുതെടുക്കും ഇനി അങ്ങനെ വിളിച്ചാൽ. എടാ, നീ ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുവാണ്. പെരുതകളെ പഴിക്കുന്ന കേട്ടു നിൽക്കുന്ന നീയാണോടാ പുരുഷൻ? അവള് പറയുന്ന കാര്യമല്ലേ? അമ്മയ്ക്കോ മഹാരോഗം പിടിവന്നു, ഈ കുഞ്ഞിനും അത് പകരണമെന്ന് കരുതി. ഞാനോ? ഞാൻ കരുതിയിരുന്നു നിന്റെ നാക്കിൽ നിന്ന് കേൾക്കേണ്ടി വരുമെന്ന്. ഞാൻ കരുതിയില്ല മോനെ, അശേഷം കരുതിയില്ല. മതിയടാ, ഇനി എന്നെ കൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കണ്ട. ഞാൻ പോവാ. എങ്ങോട്ടാണോ എന്താ പോകുന്നത്? എങ്ങോട്ടായാലും ഓ, അങ്ങനെ പേടിപ്പിക്കൊന്നും വേണ്ട. ഞാൻ ആരെയും പേടിപ്പിക്കാൻ, ആരെയും പേടിക്കാതെ ആയുസ് കൊടുക്കണമെന്നേ ഉള്ളൂ. അമ്മേ, വാശി പിടിച്ച് മടത്തരൊന്നും കാണിക്കരുത്. ഞാൻ മണ്ടിയാട. പെറ്റ മകനെങ്കിലും സ്നേഹം ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ച മണ്ടി. ഇനി ആ മണ്ടത്തരം പറ്റില്ല. അങ്ങോട്ട് പോട്ടെന്നേ, എവിടെ വരെ പോകുമെന്നറിയാമല്ലോ. ചുടലപ്പറമ്പ് വരെ. തൃപ്തിയായില്ലേ? ഇല്ലടാ, ഇനി ഒരു നിമിഷം ഞാൻ ഈ വീട്ടിൽ നിൽക്കണം. എന്റെ പൊന്നു മോള് നന്നായിരിക്കും. പോട്ടെ. അമ്മേ, അമ്മേ, ഒന്നും മിണ്ടാതിരിക്കുന്നേ. കുറച്ചു നേരം പോയിട്ട് ഇങ്ങ് വരും. ആരും പിറകെ ചെന്നില്ലെന്നുണ്ടെങ്കിൽ താനേ മടങ്ങി വരും. ഓണായ ഇച്ചിരി ചോണ വേണ്ടേ? ആ കിഴവിക്ക് അത്ര വാശി പാടില്ലല്ലോ. പോയേച്ച് വരട്ടെന്നേ. നിങ്ങളൊന്ന് കിടക്ക്. വടി, നീ മകള. പഞ്ചവാദ്യമോ? ഈ പാതിരയ്ക്ക് അടച്ചിട്ട് അമ്പലത്തിനകത്തിരുന്ന് പഞ്ചവാദ്യം വായിക്കുന്നതാര്? അല്ല, ഇരുന്ന് ഉറങ്ങുകയാണ്. കയറി കിടക്കാൻ പൂരയില്ലാത്ത ഈ കഴിവ് പിന്നെന്ത് ചെയ്യും? എങ്കിലും പെരുനിലത്തിലിരുന്നാൽ വേദനിക്കില്ലേ? തീരാവേദന തിന്നു കഴിയുന്ന ഇതൊരു വേദനയും. ഏതായാലും ഇവിടെ ഇരിക്കട്ടെ, എഴുന്നേൽക്കണം. എന്തിനാ? ആ ഊട്ടുപുരയിൽ കിടക്കാം. വേണ്ട മോളെ, ഈ കഴിവ് എവിടെങ്ങാനും ഇരുന്ന് നേരം വെളുപ്പിച്ചോളാം. പാടില്ല. രാത്രി ആ സമയത്ത് ഇവിടെ ആരും കിടക്കാറില്ല. അതെന്താ? ആർക്കും ധൈര്യമില്ല. ഓ,
പിശാചിനെയും പേയും പേടിച്ചായിരിക്കും ചാകാൻ നോമ്പ് നോറ്റിരിക്കുന്ന ഈ കിളവി. ഏത് പേയെ പേടിക്കാനാ മോളെ? ഏതായാലും ആ ഊട്ടുപുരയിൽ പോയി കിടക്കണം. ഞാനും കൂടെ വരാം. അമ്മേ, മോൾ ഇതിനകത്തുണ്ടായിരുന്നു, അതുകൊണ്ടല്ലേ വന്നത്. മോളെ, ഒരു സംശയം. ഈ നടുപ്പാതിരയ്ക്ക് അകത്ത് പഞ്ചവാദ്യം വായിക്കുന്നത് എന്തിനാ? അതൊക്കെ അമ്മ എന്തിനറിയണം? അങ്ങനെ പലതും ഇവിടെ നടക്കും. അതും ശരിയാ. ഈ കിഴവ് എന്തിനിതെല്ലാം അറിയണം? ആകട്ടെ, ഈ നിലയിൽ അമ്മ തനിച്ചിവിടെ വന്നതെന്താ? അമ്മയ്ക്ക് ആരുമില്ലേ? ഉണ്ടായിരുന്നു. ഈ ദീനം വന്നതോടെ എല്ലാരും വിട്ടേച്ചു പോയി. അയ്യോ പാ, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മേലാ സകലം നിന്റെ കയറി അവിടെ അടുത്തു വരും. ആരും അടയ്ക്കും. കുഞ്ഞിനറുപ്പ് തോന്നുന്നില്ലേ? ഇതിനേക്കാൾ എത്രയോ ഭയങ്കര രോഗങ്ങൾ ദിവസവും കാണുന്നവരാണ്. ആഹാ, ഇവിടെ ഒരുപാട് രോഗികൾ വരുന്നുണ്ടായിരിക്കും. വേദനിക്കുന്ന വളരെ പേർ വരാറുണ്ട്. വേദന മാറിപ്പോകാറുമുണ്ട്. അമ്മയുടെ വേദനയും മാറിയില്ലെന്ന് ആരറിഞ്ഞു? ഓ, ഈ ജന്മം ഇത് മാറില്ല. എന്താണ് ഇത്ര നിശ്ചയം? എന്തെല്ലാം മരുന്ന് കഴിച്ചു, എവിടെയെല്ലാം പോയി പ്രാർത്ഥിച്ചു, എന്നിട്ടും ഒരു ഫലവും ഉണ്ടായില്ല. ഇവിടെ ഇപ്പോഴെന്നെ വരുന്നത്. വന്നതല്ല മോൻ, അലഞ്ഞിവിടെ എത്തിയത്. ആട്ടെ, മോൾ ഇവിടെ ഭജനം പാർക്കുവാണ്. ഒരു കണക്കിന് ഭജനം പാർക്കുക തന്നെ. എത്ര നാളായി വന്നിട്ട്? വളരെ കാലമായി. വളരെ കാലമായി. ഇത്രയും കാലം ഇവിടെ താമസിച്ചതെന്താ? ഇതുപോലെ ഇവിടെ വരുന്നവർക്ക് വേണ്ട സഹായം നൽകും. അത് ശരി. അല്ലെങ്കിൽ ഈ പാതിരായിക്ക് ഈ കിഴവിയെ ഊട്ടുവരയെ കയറ്റിക്കിടത്താൻ പാടുപെടും. ഇവിടെ സ്വൈര്യമായി കിടന്നോളൂ. മോളെ, തുള്ളി വെള്ളം കിട്ടിയാൽ കൊള്ളാമായിരുന്നു. വല്ലാത്ത ദാഹം. അതിനെന്താ, ഇതാ, ഇഷ്ടം പോലെ കുടിക്കണം. ദാഹവും ക്ഷീണവും എല്ലാം മാറും. ഉള്ളിലൊരു തണുപ്പ്. ഇനി കിടന്നോളൂ. എന്ത് കേട്ടാലും എഴുന്നേൽക്കരുത്. കണ്ണു തുറന്ന് നോക്കരുത്. ഈ കിഴവി ഇതിനകത്ത് എങ്ങനെ വന്നു കയറി? ഇന്നലെ പകലെങ്ങാനും കയറി കിടന്നതായിരിക്കും. ഇന്നലെ സന്ധ്യക്ക് ഞാൻ ഈ ഊട്ടുപുര കൂട്ടുപൊളിച്ചിനകത്ത് ആരുമില്ലായിരുന്നു. കിഴവി, കിഴവി, എണീക്ക, എണീക്ക. എന്റെ ദീനമെല്ലാം മാറിയോ? ദീനം? ആർക്ക്? എനിക്ക്. ഇന്നലെ രാത്രി ഞാൻ ഇവിടെ വരുമ്പോ എന്റെ ദേഹത്തെല്ലാം പുണ്ണായിരുന്നു. അമ്പലനടയിൽ ഇരുന്ന എന്നെ തങ്കം പോലുള്ളൊരു പെണ്ണ് ഇവിടെ പിടിച്ചുകൊണ്ടൊന്ന് കിടത്തി കുടിക്കാൻ വെള്ളം തന്നു. അത് കുടിച്ചുകൊണ്ട് കിടന്ന എന്റെ ദീനമെല്ലാം ഒരു രാത്രി കൊണ്ട് മാറിയോ? ഇതൊന്നും മായ. അമ്പേ നാരായണ. മഹാമായയുടെ ദീനം. അമ്മേ, ഇന്നലെ രാത്രി അമ്മയെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയത് സാക്ഷാൽ ചോറ്റാനിക്കര അമ്മ തന്നെയാണ്. കരുണാമയിയായ ആ ദേവി തന്നെയാണ് അമ്മയുടെ രോഗം മാറ്റിയത്. എന്റെ ദേവി, ഈ ഏഴയിൽ കാരുണ്യാമൃതം ചൊരിഞ്ഞ കൽപ്പകവല്ലി. ഇന്നു മുതൽ ഇവൾ അവിടുത്തെ ദാസി. ഈ തിരുസന്നിധി വിട്ട് ഇവൾ ഇനി എങ്ങോട്ടും പോകില്ല. അമ്പേ നാരായണ. തലമുറകളിലൂടെ പകർന്നു പോന്ന ഈ കഥകൾ കേവലം കെട്ടുകഥകളാക്കി പരിഷ്കാരികൾ പുച്ഛിച്ചിരിക്കും. എന്നാൽ ഈ അടുത്ത കാലത്തായി ഇതുപോലെ അത്ഭുതകരങ്ങളായ പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്. ഉറങ്ങാൻ ധൃതിയില്ലെങ്കിൽ പറയാം. ഉറങ്ങാനും ദേവിയുടെ അവദാനങ്ങൾ കേൾക്കുന്നതിൽ പരം പരമാനന്ദം വേറെ എന്തുണ്ട്? സ്വാമി പറഞ്ഞാലും.
എന്റെ അമ്മേ. ലക്ഷ്മിക്ക് എന്നും അമ്മ അതിന് പഴം കൊടുക്കുന്നതല്ലേ, പോരെങ്കിൽ ഇത് അമ്പലത്തിലെ പശുവാണ്. ധനിക്കര ദേവിയുടെ വിഗ്രഹം തന്നെ ഇതുപോലൊരു പശുവിൽ നിന്നുണ്ടായതാ. ലക്ഷ്മി, ലക്ഷ്മി, അകത്ത് വലിയ ആൾക്കൂട്ടമാണ്. ഈ കുഞ്ഞിനെ ഒന്ന് വെച്ചുകൊണ്ട് നിൽക്കുമോ? ഞങ്ങൾ തൊടുത്തിട്ട് വേഗം വരാം. അതാ ശരി. മാധവി, നിൽക്ക്. എന്താ കൊച്ചമ്മയുടെ? അവരകത്ത് തൊഴാൻ പോയിരിക്കുകയാണ്. ഈ കുഞ്ഞിന് അല്പനേരം ഒന്ന് നോക്കിക്കൊള്ളാമോ? എനിക്കും അകത്ത് കയറി ഒന്ന് തൊഴണമെന്നുണ്ട്. അതിനെന്താ, നീ തന്നാട്ടെ. വളരെ ഉപകാരം. വേഗം വരണേ, ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിൽ പോകാൻ ഇറങ്ങിയതാ. ഞാൻ ഉടനെ വന്നേക്കാം. മോന് തൊഴണ്ടേ? അല്ല, കുഞ്ഞങ്ങനെ നിന്റെ കൈ വന്നു. എന്റെ ചേട്ടനെവിടെ? തൊഴാൻ അകത്തേക്ക് വന്നല്ലോ. നല്ല ആള് തന്നെ. കുഞ്ഞിനെ നിന്നെ ഏൽപ്പിച്ചിട്ട് ചേട്ടൻ പോയോ? അതിനെന്താ കൊച്ചമ്മ, ഏടിയെ തൊഴാൻ വന്നതല്ല. കുഞ്ഞിലേക്ക് തന്നേക്കെ, ഞാൻ ആ സത്രം വരെ കൊണ്ടുവരാം. വേണ്ട വേണ്ട, ഞാൻ എടുത്തോളാം. നീ വെറുതെ ബുദ്ധിമുട്ടണ്ട. അവനെ അല്ല. അയ്യോ, കുഞ്ഞിന്റെ കയ്യിലെ വള എവിടെ? അത് രണ്ട് കയ്യിലും ഉണ്ടായിരുന്നല്ലോ. ഇപ്പോഴില്ലേ? ഇല്ല, ഇത് നോക്കിയേ. നീ താഴെ എങ്ങനെ വീണ് പോയതാണ്? ചേട്ടാ, കുഞ്ഞിന്റെ കയ്യിൽ സ്വർണ്ണവള എവിടെ? കുഞ്ഞിന്റെ കയ്യിലുണ്ടായിരുന്നല്ലോ. എന്നിട്ട് എവിടെ? ഇല്ലേ? മാധവീനെ കൊടുക്കാൻ സമയത്ത് വള ഉണ്ടായിരുന്നു. അയ്യോ, ഞാൻ കണ്ടില്ല. കണ്ടില്ലേ? എടി, നീ ഇത്രയ്ക്ക് ഭയങ്കരിയാണോ? നിന്റെ കയ്യിൽ കുഞ്ഞിനെ തന്നിട്ട് 10 മിനിറ്റല്ലേ ആയുള്ളൂ. ഇതിനിടയില് സത്യമായിട്ട് ഞാൻ എടുത്തില്ല. ദേ നോക്ക്, മര്യാദയ്ക്ക് സത്യം പറഞ്ഞേക്ക്, ഇല്ലെങ്കിൽ അപകടമാണേ. എന്റെ കൊച്ചമ്മേ, ഞാൻ അറിഞ്ഞതല്ലേ. പിന്നെ അവളെ പറന്നു പോയോ? സമരം, ഇവളറിയാതെ അവളെ പോവില്ല. ഇവളെ നമുക്ക് ഉടനെ തന്നെ പോലീസിൽ ഏൽപ്പിക്കും. അയ്യോ, ഞാൻ എടുത്തില്ല. കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് അവളെ ഊരിയെടുക്കാൻ വരാനുണ്ടോ? ഇനി വേറെ വല്ലവരും ഊരിയെടുത്തതാണോ? അതെങ്ങനെ? കുഞ്ഞ് ഇവളുടെ കയ്യിലല്ലേ ഇരുന്നത്? ഇവളൊരു പാവം. ആകെ ഒരു കുഞ്ഞ്, അത് ഊമയും. കൊച്ചമ്മേ, ഞാൻ കണ്ടില്ല. വേണമെങ്കിൽ പരിശോധിച്ച് നോക്കിക്കൊള്ളു. അത് ചെയ്യേണ്ടത് പോലീസാണ്. നടക്കാൻ ദേവിയെ വിചാരിച്ച് എന്നെ അവമാനിക്കരുത്. ഞാൻ കുഞ്ഞിന്റെ മമ്മ കണ്ടതുപോലുമില്ല. ശരിയായി അന്വേഷിച്ചിട്ട് അന്വേഷിക്കാനൊന്നുമില്ല. ഇവളറിയാതെ അവളെ പോയിട്ടില്ല. ഇനിയെങ്കിലും സത്യം പറഞ്ഞില്ലെങ്കിൽ എന്റെ ദേവി, ഇതിന്റെ സത്യം നിനക്കറിയാമല്ലോ. എന്റെ ദേവി, വിളിക്കടി, ഉറക്കെ വിളിക്ക്. ഏറി ഇറങ്ങി വരും. നടക്കടി. അമ്മേ, ചോറ്റാനിക്കരേ അമ്മേ, എന്നെ രക്ഷിക്കണേ. മര്യാദയ്ക്ക് നടക്കുന്നോ അതോ പിടിച്ച് പുറത്താക്കണോ? അയ്യോ, ഞാനൊന്നും അറിഞ്ഞതല്ലേ. ഈ സാധു സ്ത്രീ പറയുന്നത് സത്യമായിക്കൂടെ? നിങ്ങൾക്കവിടെ അറിയാമോ? വളരെ നാളായിട്ടറിയാം. അതുകൊണ്ടായിരിക്കും അവളുടെ ഭാഗം പിടിക്കുന്നത്. ഞാൻ സത്യത്തിന്റെ ഭാഗമേ പിടിക്കാറുള്ളൂ. ഞാൻ ഈ കുഞ്ഞിന്റെ അമ്മാവൻ. എവളുടെ കയ്യിൽ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ തൊഴാൻ പോയി. മടങ്ങി വന്നപ്പോൾ കുഞ്ഞിന്റെ കയ്യിൽ വള കാണുന്നില്ല. അതുകൊണ്ട്
ഇവൾ മോഷ്ടിച്ചുവെന്ന് നിശ്ചയിക്കുന്നത് ന്യായമാണ്. പിന്നെ ആരെടുത്തു? ആർക്കാണ് എടുക്കാൻ വയ്യാത്തത്? വെറുതെ തർക്കിച്ചിട്ട് കാര്യമില്ല. ഇവളെ പോലീസിൽ ഏൽപ്പിക്കാൻ നിശ്ചയിച്ചു കഴിഞ്ഞു. നിശ്ചയിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയൊന്നും പറയേണ്ടതില്ലല്ലോ. വേണ്ട, പ്രവർത്തിച്ചാ മതി. നടക്കണേ. നീ പറയുമോന്നറിയട്ടെ. അയ്യോ കൊച്ചമ്മേ, എന്റെ ദേവി, ദേവി. നീ പറയോ നോക്കട്ടെ. അയ്യോ ചേട്ടാ, എന്ത് പറ്റി? അയ്യോ ചേട്ടാ. കുഞ്ഞിന്റെ വള ഇപ്പൊ മനസ്സിലായി. എടാ ഭയങ്കര. മാധവി, എന്നോട് ക്ഷമിക്കൂ. കൃഷ്ണ, നിനക്ക് ഞാൻ മാല എഴുതി. വേഗമാട്ടെ വരേ, ദേവിക്ക് മാല ചേർത്താൻ നേരായി. അത്ര തിടുക്കമാണെങ്കിൽ ദേവി എന്ന മാല വീരം കത്തിക്കട്ടെ. എനിക്ക് കയ്യിലെന്റെ ഉള്ളു. ഞാൻ കാര്യമല്ലേ പറഞ്ഞത്. മാല കെട്ടിത്തിന് മുമ്പ് വേണം വെച്ചാൽ പറ്റുമോ? അത് അറിഞ്ഞോളൂ. തിരുമേനി മാല. എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നു. ഇപ്പോഴെങ്കിലും കൊണ്ടുവന്നല്ലോ. എനിക്ക് കൈ രണ്ടേ ഉള്ളൂ. മാല കെട്ടിച്ചു തുടങ്ങി കുറെ പാടുണ്ട്. കർപ്പൂരം കൊടുക്കുന്നത് പോലെ. ആരെന്തിനാ നമ്മോട് പിണങ്ങുന്നേ? ദീപാരാധനയ്ക്ക് മുമ്പ് ദേവിയെ അലങ്കരിക്കണ്ടേ? മാല കെട്ടാണ്ട് പറ്റുമുണ്ട്. ഞാൻ മാല കെട്ടാൻ തുടങ്ങി ഇന്നും ഇന്നലെ അല്ല. തിരുമേനി മാല കെടുത്തേക്കും. എനിക്ക് പോകാൻ തിരക്കുണ്ട്. ഇതിന് നീളം പോരുന്ന വരേ, ദേവിക്ക് ചാർത്താൻ തികയില്ലെന്ന് തോന്നുന്നു. ആ തോന്നലൊക്കെ അങ്ങ് മനസ്സിൽ വെച്ചോളൂ. മാല അങ്ങോട്ട് ചാർത്തി. പറ്റില്ല വരേ, ദേവിയുടെ കണ്ടത്തിൽ അണിയാൻ തികയില്ല. ആ തികയുന്നിടത്തോളം ചാർത്തിയാ മതി. എന്താ പറയണേ? ഇതിൽ കൂടുതൽ നീളത്തിൽ മാല കെട്ടാൻ എന്റെ കയ്യിന് നീളമില്ലെന്ന് മനസ്സിലായോ? ഇങ്ങനെയൊന്നും ദേവിയുടെ നടക്കി നേരെ എന്ന് പറയരുത് കേട്ടോ. ഞാൻ കാര്യമാ പറഞ്ഞത്. എന്നും നീളം പോരാന്ന് പറയാൻ ഞാൻ എന്ത് ചെയ്യും? വേണ്ടത്ര നീളത്തിൽ മാല കിട്ടണം. ദേവിയുടെ കാര്യമല്ലോ. അതിലുപേക്ഷ കാട്ടിയാൽ അതിന്റെ കുറ്റം ഞാൻ ഏറ്റു. നീളം ലേശം ഒന്ന് കുറഞ്ഞാൽ എന്താ കുഴപ്പമുണ്ട് കാണാമല്ലോ. ആ മാല അങ്ങോട്ട് ചാർത്തിയാം. അങ്ങനെയല്ല വരേ, അല്പം കൂടി നീളം കൂടിയാ. എനിക്ക് വയ്യ. ഇനി മാല ഞാൻ കെട്ടുമ്പോൾ കരുതണ്ട. അഹങ്കാരം കൂടെ കൂടിപ്പോയി. ദേവിയുടെ മുമ്പിൽ നിന്നല്ലേ ധിക്കാരം പറഞ്ഞത്? അനുഭവിക്കാതിരിക്കുന്നു. അമ്മേ ഭഗവതി, എന്നോട് പൊറുക്കണമേ. എല്ലാത്തിനും നീ സാക്ഷിയാണ്. ആ തിരുമേനിയുടെ ഒരു അഹങ്കാരം. കൃഷ്ണ, ഇന്ന നീ എന്നോട് പിണങ്ങിയോ? നിന്നെ തീറ്റിക്കാമെന്ന് ഞാൻ നോക്കട്ടെ. അയ്യോ അയ്യോ അടിയന്റെ അഹങ്കാരത്തിന് അർഹിക്കുന്ന ശിക്ഷ ലഭിച്ചു കഴിഞ്ഞു. അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയ അപരാധപ്പുറത്ത് അടിയനെ രക്ഷിക്കരുത്. മാല കെട്ടാൻ കൈക്ക് നീളം കുറവാണെന്ന് പറഞ്ഞ വാരുടെ കൈ മുറിച്ചു.
മുറിക്കയിലായി അയാൾ ജീവിക്കേണ്ടി വന്നു. ഇതുപോലെ 100 അത്ഭുത സംഭവങ്ങൾ ഇന്നും ഈ അമ്പലത്തിനുള്ളിൽ നടക്കുന്നു. ഇവിടെ വന്ന് നിറഞ്ഞ ഭക്തിയോടുകൂടി പ്രാർത്ഥിച്ചാൽ നടക്കാത്തതായി യാതൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടിയുടെ അസുഖം മാറിക്കിട്ടാൻ തികഞ്ഞ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കൂ. ആർക്കറിയാം, വളരെ വേഗം ദേവി നിങ്ങളുടെ മനോദുഃഖം മാറ്റിത്തരില്ലെന്ന്. ആ വിശ്വാസം കൊണ്ടാണ് സ്വാമി ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ദേവി രക്ഷിക്കും. നേരം ഒരുപാട് ഇരട്ടി. ഇനി പോയി കിടന്നുറങ്ങും. ഞാനും പോകട്ടെ. നമസ്കാരം. സ്വാമിയെ കണ്ടത് വലിയ അനുഗ്രഹം. എല്ലാം അമ്മയുടെ അനുഗ്രഹം എന്ന് കരുതാൻ മതി. അമ്മേ നാരായണ, അമ്മേ നാരായണ, അമ്മേ. നീ എന്ത് പറഞ്ഞാലും ശരി, അങ്ങോട്ടൊന്ന് പോകാതിരിക്കുന്ന ഒട്ടും ശരിയല്ല. അമ്മ എന്തായി പറയുന്നത്? ഞാൻ അവിടെ ചെന്നാൽ അവരെന്നെ ആട്ടി പുറത്താക്കും. അതൊന്നുമില്ല. തൽക്കാലത്തെ ദേഷ്യത്തിന് അവരെന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് നീ അവളുടെ ഭർത്താവല്ലാതാകുമോ? അവളുടെ അസുഖം മാറിയൊന്ന് അന്വേഷിക്കാൻ നിനക്ക് അവകാശമില്ലേ? എന്റെ അവകാശമെല്ലാം അവസാനിച്ചമ്മേ. നീ ഇവിടെ ഒന്ന് നോക്ക്. ഇവിടെ വന്നു പിന്നെ ഇവിടെ കണ്ണു തോർന്നിട്ടുണ്ടോ? ഇതുപോലെ ആ പാവം പിടിച്ച പെണ്ണും അവിടെ ഇരുന്ന് കണ്ണീര് പൊഴിക്കുകയായിരിക്കും. അത് ഞാനിപ്പോ എന്ത് ചെയ്യണമെന്ന് അമ്മ പറയുന്നത്? നീ അവിടം വരെ ഒന്ന് പോകണം. ഞാനിത് പറയുന്നതിന് പ്രത്യേകിച്ച് ഒരു കാരണമുണ്ട്. ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. ചോറ്റാനിക്കര ദേവിയുടെ കാൽക്കലിരുന്ന് അവൾ കരയുന്നു. ഇതിന്റെ അർത്ഥം എന്താണോ ആവോ? ഇത് കണ്ടത് പിന്നെ എന്റെ മനസ്സിനൊരു സമാധാനവും ഇല്ല. നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് എന്തിനാ? അമ്മ പറഞ്ഞ അവധി കഴിയുന്നു നിന്നല്ലേ. ഭജനയുടെ ബലം എന്താണെന്ന് അറിയാൻ വേണ്ടി വന്നതാ. ഒന്നും ആയില്ലെങ്കിൽ നാളെ തന്നെ ഇവിടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം. അതിനാ ഞാൻ വന്നത്. അങ്ങനെയൊന്നും പറയല്ലേ മോനെ. എത്രയോ ആളുകളാ ഇവിടെ വന്ന് ഭജനം ഇരിക്കുന്നതെന്ന് കണ്ടോ? ധൃതി പിടിച്ചാ പറ്റുമോ? ദേവി കനിയുന്നത് വരെ കാത്തിരിക്കേണ്ടത് നമ്മുടെ കടമയാ. എന്ന് വെച്ച് അവസാനം പിന്നെ അത് ഭജനം ഇരിക്കാനാണോ ഭാവം? അമ്മേ, ഒരു കാര്യം തീർത്തു പറഞ്ഞേക്കാം. അമ്മയുടെ നിർബന്ധം കൊണ്ടാണ് ഞാനിത് സമ്മതിച്ചത്. നമുക്ക് നാളെ തന്നെ വീട്ടിലേക്ക് മടങ്ങണം. എന്നിട്ട് വല്ല ആശുപത്രിയിലും കൊണ്ടുപോയി ഇവിടെ നന്നായി ചികിത്സിപ്പിക്കണം. മതി മതി, അതൊക്കെ പിന്നീട് നിശ്ചയിക്കാം. നീ തൊഴാൻ അമ്പലത്തിലേക്ക് വരുന്നുണ്ടോ? ഇല്ല, ഞാൻ പിന്നെ വന്നോളാം. വാ മോളെ.
പോവില്ല പോവില്ല. നീ പോകണം, പോയേ പറ്റൂ. ഇല്ല 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 ഇല്ലേ, നിന്നെ ഞാൻ അയക്കും. പോകാമേ, പോയിക്കൊള്ളാമേ, പോകാമേ. അമ്മേ, ദേവി ദയാമയി, അവിടുത്തെ കാരുണ്യത്തിന് കോടി നമസ്കാരം. ചേച്ചി, രമണിയോ ഇവിടെ എങ്ങനെ വന്നു? ദേവി കൊണ്ടുവന്നു. ചേട്ടനെ തിരയല്ലേ, വിഷമിക്കണ്ട, അമ്മയും ഒന്നിച്ച് പുറകെ വരുന്നുണ്ട്. എന്റെ മോടെ അസുഖമെല്ലാം ചോറ്റാനിക്കരയമ്മ മാറ്റി അനുഗ്രഹിച്ചു. എന്റെ പ്രാർത്ഥന ഫലിച്ചു. നീ എന്നോട് അയ്യോ അരുതേ. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിന്ന് അമ്മയോട് പ്രാർത്ഥിക്കാം. ചോറ്റാനിക്കര ഭഗവതി കാരണരൂപിണി കാരുണ്യശാലിനി, ചോറ്റാനിക്കര ഭഗവതി കാരണരൂപിണി കാരുണ്യശാലിനി, ഞങ്ങളെ കാത്തരുണമേ, ഞങ്ങളെ കാത്തരുണു ചോറ്റാനിക്കര ഭഗവതി കാരണരൂപിണി കാരുണ്യശാലിനി. അമ്മേ